കർത്താവിലേക്ക് നോക്കി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസന്നിധി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ, സർവശക്തനായ ദൈവം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ തന്നെ മുട്ടുമുടക്കുന്നു കർത്താവേ. അവിടുത്തെ തിരുരക്തത്തിൽ ഞങ്ങളെ ഓരോരുത്തരും കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണേ കർത്താവേ. ഞങ്ങൾക്ക് അവിടുത്തെ ശബ്ദം കേൾക്കണം. അങ്ങനെ ഞങ്ങളോട് ആത്മാവിൽ സംസാരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ച് കർത്താവേ, വലിയ രൂപാന്തരത്തോടെ കർത്താവെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. അവിടുത്തെ പുനഃനാമത്തെ മോഹത്തപ്പെടുത്തണം. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വലിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മുടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നല്ലോ. 20-ാം അധ്യായം നമുക്കറിയാം, കർത്താവ് രണ്ടാമത്തെ വന്നതിന് ശേഷം കർത്താവിന്റെ ഒരു 1000 വർഷക്കാലം ഭരണം ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മള് വചനത്തിന് പല ഭാഗങ്ങളിലും വായിക്കുന്നുണ്ട്. എന്നാൽ ഈ 20-ാം അധ്യായത്തിൽ 1000 വർഷക്കാലത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 1000 വർഷക്കാലം സാത്താനെ അഗാധ കൂപത്തിൽ അടച്ചിട്ടേക്കുമായിരിക്കും. 1000 വർഷക്കാലം കഴിയുമ്പോൾ കൂട്ടിലടച്ചിട്ട് പട്ടിയെ തുറന്നു വിടുന്നത് പോലെ ഈ സാത്താനെ തുറന്നു വിടുന്ന കാര്യമൊക്കെയാണ് നമ്മൾ അതിന്റെ 7-ാമത്തെ വാക്യം, വെളിപാട് പുസ്തകം 20-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്. ഈ സാത്താന് ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി 8-ാമത്തെ വാക്യം, സംഖ്യയിൽ കടൽപ്പുറത്ത് മണൽ പോലെയുള്ള ഗോഗ് മഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാന്, വഞ്ചിക്കുവാന്, ഡിസീവ് ചെയ്യുവാനായിട്ട് പുറപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഉള്ള ആ ഒരു യുദ്ധം, അതായത് 1000 വർഷക്കാലത്തിന് ശേഷമുള്ള യുദ്ധത്തെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത്. കർത്താവ് വരുമ്പോൾ ഒരു അർമ്മഗദോൻ യുദ്ധമുണ്ട്. എന്നാൽ അതിനുശേഷമാണ് ഈ 1000 വർഷക്കാലം ഭരണം. അതിനുശേഷമുള്ള ഈ ഒരു യുദ്ധം എന്ന് തന്നെ വലിയ പറയാനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇത് എന്താണ് പറയുന്നത്, തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് തീർന്നു പോയി എന്ന് പറയുന്നത് പോലെ ഒരു സംഭവം. എന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ വലിയ കാര്യത്തെ ഒത്തുകൂടുന്നു എന്ന 9-ാമത്തെ വാക്യം, എന്ന ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും എന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. നമുക്കിപ്പം അന്തിമ വിജയം പുസ്തകത്തിന്റെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർഷൻ 20-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ഇപ്പോൾ അതിന്റെ സാക്ഷ്യനുഭവം അന്തിമ വിജയം പുസ്തകത്തിലെ ആ പോർഷൻ നമ്മളിപ്പം അത് ജഗ്ബോർ ആ വാക്യം വായിക്കൂല. ജഗ്ബോർ അതിന്റെ ആ കറസ്പോണ്ടിങ് പോർഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 9. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ ശരീരത്തിന് വിശുദ്ധന്മാരുടെ പുനരുത്ഥാന ശരീരത്തിന് കേടുവരുത്തുവാനോ അവരെ നശിപ്പിക്കുവാനോ സാധ്യമല്ലെന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഭോഷന്മാരായ ആളുകൾ വിശുദ്ധന്മാരെ ആക്രമിക്കാൻ ഒരുമ്പെടുകയാണ്. സാത്താൻ ആളുകളെ ഇങ്ങനെയാണ് വിഡ്ഢികളാക്കുന്നത്. അങ്ങനെ വിശുദ്ധന്മാരുടെ പാളയത്തെ യേശു സിംഹാസനരൂഢനായ ശേഷം ആയിരിക്കുന്ന യെരൂശലേമിനെ അവർ വളയും. എന്നാൽ പൊടുതനെ ഒരു തീ ഇറങ്ങി അവരെ തീർത്തും നശിപ്പിക്കും. ഈ യുദ്ധം ഹർമഗദോൻ യുദ്ധത്തെക്കാൾ വേഗം തീരും. ആ യുദ്ധത്തിന് ഒരു ദിവസം വേണ്ടി വരുമെങ്കിൽ ഇതിന് ഒരു നിമിഷം മതി. അതെ, നമ്മളിപ്പം 20-ാം അധ്യായത്തിന്റെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു കേട്ടതും അതിന്റെ എക്സ്പ്ലനേഷൻ വായിച്ചു കേട്ടതും. അവിടെ നമ്മൾ വായിക്കുന്നത് അവർ എന്ന് പറഞ്ഞാൽ ആരാ? സാത്താനും സാത്താന്റെ കൂടെ 4 ദിക്കിലുമുള്ള ജാതികളായി, അതാ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ജാതികളായിട്ട് സംഖ്യയിലെ കടൽപ്പുറത്തെ മണൽ പോലെ, അതായത് ഇത്രയും 1000 വർഷക്കാലം ഭരണം, കർത്താവിന്റെ ഏറ്റവും സദ്ഭരണം കണ്ടതിന് ശേഷം കടൽപ്പുറത്ത് മണൽത്തരിയോളം എണ്ണമുള്ള ആൾക്കാർ കർത്താവിനെതിരെ തിരിയാനുണ്ട് എന്നുള്ളത് എത്ര അത്ഭുതാവഹമായ കാര്യമാണ്. കർത്താവിന്റെ ആ 2-ാമത്തെ വരവെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അതിനുശേഷം അവിടെ ജനനങ്ങളും മരണങ്ങളും ഉണ്ടാകുന്ന കാര്യം നമ്മുടെ സഹസ്രാബ്ദ വാഴ്ചയിൽ വായിക്കുന്നുണ്ട്. അന്ന് 900-ൽ പരം വർഷങ്ങളൊക്കെ ആളുകൾ ജീവിക്കും. അതായത് നോഹയുടെ കാലത്തിന് മുമ്പായിട്ടുള്ള പോലെയുള്ള ആയുസ്സൊക്കെ അന്ന് മനുഷ്യർക്ക് കാണും എന്നുള്ളതിന്റെ സൂചനകളൊക്കെ നമ്മൾ യെശയ്യാവിന്റെയും സെഖര്യാവിന്റെയും പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളത് വായിച്ചായിരുന്നു. എന്നാൽ ഇത്രയെല്ലാം സദ്ഭരണം കണ്ടതിന് ശേഷവും അത്രയും ആൾക്കാര് ഗോഗ് മഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന്, അപ്പൊ ആ ഗോഗ് മഗോഗ് അതിനെക്കുറിച്ചുള്ള പരാമർശം അർമ്മഗദോൻ യുദ്ധത്തിനെ കുറിച്ചുള്ള അവിടെയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയും വീണ്ടും അത്രയും അവരുടെ ആ ഒരു ഭോഷത്വം നമ്മളവിടെ കാണുന്നുണ്ട്. അതാ നമ്മൾ വായിക്കുന്നത്. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന്, 9-ാമത്തെ വാക്യം, വെളിപാട് 20-ന്റെ 9-ാമത്തെ വാക്യം, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന്.
ദേ കെയിം അപ്പ് ഓൺ ദ ബ്രോഡ് പ്ലെയിൻ ഓഫ് ദ എർത്ത്. ആ ഒരു വലിയ പരന്ന സ്ഥലത്ത് ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും സറൗണ്ടഡ് ദ ക്യാമ്പ് ഓഫ് ദ സെയിംസ്. അപ്പം ദൈവമക്കളെ വിശുദ്ധന്മാരെന്നാണ് അവിടെയും വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിശുദ്ധന്മാരെന്ന് പറഞ്ഞാല് ഈ കത്തോലിക്ക സഭ, യാക്കോബ സഭയൊക്കെ ഇങ്ങനെ വിശുദ്ധന്മാരായിട്ട് കുറെ പേര് പുണ്യവാളന്മാരായിട്ട് പ്രഖ്യാപിച്ച ആൾക്കാരൊന്നുമല്ല വിശുദ്ധന്മാര്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട എത്ര പേര് വീണ്ടും ജനിച്ച ആൾക്കാർ തന്നെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച പാമ്പിടിച്ച ദൈവമക്കള് അത് എത്ര നമ്മളെ പാവപ്പെട്ടവരായാലും പണക്കാരായാലും യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളെയാണ് ദൈവവചനം വിശുദ്ധന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം എഫേസർക്ക് എഴുതിയ ലേഖനത്തിലും എല്ലാം നമ്മൾ ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പം എഫേസസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറയുമ്പോൾ എഫേസസിൽ എന്തോ വലിയ വിശുദ്ധന്മാരായിട്ട് ഏതാണ്ട് ആരോ പ്രഖ്യാപിച്ച ആൾക്കാരൊന്നുമല്ല. അവിടെയുള്ള പാവം പിടിച്ച വിശ്വാസികളെയാ വിശുദ്ധന്മാർ എന്ന് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്നത്. അപ്പം ആ വിശുദ്ധന്മാരുടെ പാളയത്തെ, അതാ നമ്മളിവിടെ 9-ാമത്തെ വാക്യത്തില് ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും, പ്രിയ നഗരം ബിലവഡ് സിറ്റി, യെരുശലേമിനെ ആ ഒരു പ്രിയ നഗരം, കർത്താവ് എത്രമാത്രം ഈ പ്രിയ നഗരത്തെ തന്നിലേക്ക് ചേർക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാം. ദൈവത്തിന്റെ ആ ഒരു കർത്താവിന്റെ ആ ഒരു ക്രൂശീകരണം ആ യെരുശലേമിന് വെളിയിലായിരുന്നു നടന്നത്. നമ്മള് മത്തായി 23 പോവുകയാണെങ്കിൽ അവിടെ ആ കർത്താവ് യെരുശലേമിനെ ഓർത്ത് കരയുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ യെരുശലേമിനെ കുറിച്ചുള്ള കർത്താവിന്റെ വിലാപത്തിന്റെ വാക്യങ്ങൾ മത്തായി 23 കാണുന്നു, കരയുന്നു എന്നുള്ള കാര്യം നമ്മൾ ലൂക്കോസ് 19 അതേ പോർഷനിൽ തന്നെ കാണുന്നുണ്ട്. നമ്മള് മത്തായി 23 ആ ഒരു 37-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ യെരുശലേമി, അതായത് പരീശന്മാരെ അതുപോലെ ശാസിക്കുകയൊക്കെ ചെയ്തിട്ടും കർത്താവ് അവരോടുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ ഒന്നുമല്ല അവരോട് ശാസിക്കുന്നത്. അവരെ എങ്ങനെങ്കിലും മനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ അവർ എത്രമാത്രം ഹൃദയകാഠിന്യമുള്ളവരാണ്. അവർ ഈ ദൈവവചനം എല്ലാം എടുത്ത് അതേപോലെ എല്ലാം വളരെ കറക്റ്റ് ഡോക്ടറിനായിട്ടൊക്കെ പറയുന്നു. പക്ഷെ അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്തു എന്ന്, ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുതെന്ന് പറയത്തക്കവണ്ണം അത്രമാത്രം കറക്റ്റ് ഡോക്ടറിൻ ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവരുടെ ജീവിതം അപ്പാടെ മാറി മറിഞ്ഞിരുന്നു. അതാ അവര് ചെയ്യുന്നത് പോലെ, അവർ പറയുന്നത് പോലെ ചെയ്തോളൂ, ചെയ്യുന്നത് പോലെ ചെയ്യരുത് എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 3-ാമത്തെ വാക്യത്തില് ആകയാൽ കർത്താവ് അവർക്ക് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് 2 നല്ല സർട്ടിഫിക്കറ്റ്, പരീശന്മാർക്ക് കർത്താവ് കൊടുത്ത 2 സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച്, 2 ഗുഡ് സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് സാങ്ക്വറി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊന്ന് ഈ 3-ാമത്തെ വാക്യത്തിലെ ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ എന്ന് പറഞ്ഞാല് അവര് കറക്റ്റ് ഉപദേശങ്ങളാ പറയുന്നത്, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. എന്നുവെച്ചാൽ പ്രവൃത്തികളെല്ലാം ഓപ്പോസിറ്റാ എന്നുള്ള കാര്യം. പിന്നെ 26-ാമത്തെ വാക്യത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവരുടെ പുറമെല്ലാം വളരെ വെടിപ്പായിട്ടുണ്ട്, അകവാണ് അഴുക്ക് നിറഞ്ഞു നിൽക്കുന്ന പുറം വെടിപ്പായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും അവർക്ക് അവരുടെ പുറമെ വെടിപ്പായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കർത്താവോട് 25-26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾ ശാസ്ത്രമായി പഠിച്ച നിങ്ങൾ ആകർഷം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. അപ്പം നിങ്ങളുടെ പുറമേയുള്ള അവരുടെ ഔട്ട്വേർഡ് ടെസ്റ്റിമണി ഒക്കെ വളരെ നല്ലതായിരുന്നു, നല്ല പുറമേയുള്ള നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു, പിന്നെന്താ നല്ല ഉപദേശവും ഉണ്ടായിരുന്നു. എന്നാൽ അകമേ അവര് അതുപോലെ ദൈവത്തിൽ നിന്ന് വേർപെട്ടവരായിരുന്നു, അതുപോലെയുള്ള പ്രവൃത്തികളായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അവരെ കുറിച്ച് ഇത്രയും വളരെ കഠിനമായിട്ടൊക്കെ കർത്താവ് അയ്യോ ഹാ കഷ്ടം, അയ്യോ ഹാ കഷ്ടം എന്നൊക്കെ വോട്ട് ചെയ്യൂ എന്ന് കർത്താവ് വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഹാ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് അതിന് 37-ാമത്തെ വാക്യം മത്തായി 23:37 ഈ യെരുശലേം എന്ന പ്രിയ നഗരത്തെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. യെരുശലേമേ അതിന്റെ തൊട്ട് മുമ്പേ പറയുന്നുണ്ട് ഈ യെരുശലേമിൽ എന്തൊക്കെയാ നടന്നത്, ഈ പ്രിയ നഗരത്തിൽ എന്തൊക്കെയാ നടന്നത്. ഈ പ്രിയ നഗരം കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദൊക്കെ ഭരിച്ച യെരുശലേമിലാണ് ദൈവം ദേവാലയം പണിയാനായിട്ട് അവിടെ തെരഞ്ഞെടുത്ത എബ്രഹാമിന്റെ എന്തുകൊണ്ട് യെരുശലേം തെരഞ്ഞെടുത്ത ദേവാലയം പണിയാനായിട്ട്? ഇബ്രാഹാം ഇസഹാക്കിനെ മൊറിയ മലയില് യാഗം കഴിപ്പിക്കാനായിട്ട് ദൈവം അവിടെ യാഗം കഴിപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഇബ്രാഹിമിന്റെ ആ ദൈവമുമ്പാകെയുള്ള ഏറ്റവും പ്രസാദകരമായിട്ടുള്ള ആ സമർപ്പണം മൊറിയ മലയിലായിരുന്നു. ആ മൊറിയ മല എവിടാണെന്ന് ചോദിച്ചാൽ യെരുശലേം ദേവാലയം. ഇന്ന് അവിടെ യെരുശലേം ദേവാലയം അല്ല, അവിടെ ഒരു മോസ്കാ ഉള്ളത്. അത് ഇന്ന് എത്രയും പെട്ടെന്ന് അവിടെ യെരുശലേം ദേവാലയം ക്രിസ്തുവിന്റെ നാളുകളിൽ അത് പണിയപ്പെടാൻ തക്കവണ്ണമുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാം അവിടെ അവിടെ ഇസ്രയേൽ യഹൂദന്മാർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വാർത്തയിലൊക്കെ വായിക്കുന്നത്. അവിടെയാണ് ശലോമോന് പിന്നീട് ദേവാലയം പണിയുന്നതും പിന്നീട് ദേവാലയം പുതുക്കി പണിയുന്നതും എല്ലാം ആയിരിക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് എബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പാനായിട്ട്
ഇസ്ഹാക്കിനെ ഏൽപ്പിച്ചു കൊടുത്ത ആ സമയം ആ സ്ഥലമാണ് മോറിയാമലയിലെ ആ സ്ഥലമാണ്. അവിടെയാണ് ശലോമോൻ പിന്നീട് ആലയം പണിയുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ യെരൂശലേം നഗരം, അവിടാണ് ദാവീദും പിന്നീടുള്ള രാജാക്കന്മാരും ഒക്കെ അവിടെയാണ് അവിടെ നിന്നാണ് ഭരണം നടത്തിയെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന്റെ പ്രിയ നഗരമായിട്ടുള്ള യെരൂശലേം, നമ്മള് അവിടാണ് ശലോമോൻ അവിടാണ് ആലയം പണിതത് എന്നുള്ളതൊരു കാര്യം നമ്മൾ ആ മോറിയാമലയിലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എവിടെ വായിക്കുന്നേ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തില് അതിന്റെ 3-ാം അധ്യായത്തില് ഞാനൊന്ന് നോക്കിക്കോട്ടെ. 2 ദിനവൃത്താന്തമാണോ? അവിടെ ശലോമോൻ ആലയം പണിയുന്നത് അതേ സ്ഥലത്ത് തന്നെ. അതെ, 2 ദിനവൃത്താന്തം, 2 രാജാക്കന്മാരില്ല, 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തെങ്കിൽ, ആ മോറിയ പർവ്വതത്തിൽ തന്നെയാണ് ദാവീദിന്, തന്റെ അപ്പനായ ശലോമോന്റെ അപ്പനായ ദാവീദിന് പ്രത്യക്ഷപ്പെട്ടത്. അതേ സ്ഥലത്ത് തന്നെയാണ്. അത് യെബൂസിനായ ഒർന്നാന്റെ കളവായിരുന്നു. പിന്നീട് അവിടാണ് ദൈവം ദാവീദിന് പ്രത്യക്ഷനായത്. അവിടെ തന്നെയാണ്, അതായത് എബ്രഹാം ഇസ്ഹാക്കിന് യാഗം കഴിച്ച ദാവീദിന് ദൈവം പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് തന്നെയാണ് കളത്തെങ്കിൽ ദാവീദ് ഒരുക്കിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. അവിടാണ് യെരൂശലേം ദേവാലയം എന്നുള്ള കാര്യം. അത് ഇതിന്റെ പിന്നീട് പുതുക്കി പണിയപ്പെടുന്നതെല്ലാം അതേ സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് അവിടെ തന്നെ ആലയം പണിയണം എന്നുള്ള അവർക്കൊരു വലിയ ആഗ്രഹം യഹൂദന്മാർക്കുള്ളത്. നമുക്ക് ഓഫ്കോഴ്സ് ക്രിസ്ത്യാനികളായിട്ട് നമുക്ക് ആലയം യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരം തന്നെയാണ് ആലയം, നമ്മളുടെ സഭയാണ് യഥാർത്ഥത്തിലുള്ള ആലയം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് ദൈവം കൈകൊണ്ടുള്ള പണിയപ്പെടുന്ന ആലയത്തിലല്ല കർത്താവ് വസിക്കുന്നത്. കർത്താവ് നമ്മളുടെ ആത്മാവില് വസിച്ച് നമ്മളുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായിട്ട് ദൈവം കരുതുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 3:16 1 കൊരിന്ത്യർ 6:19 2 കൊരിന്ത്യർ 6:16 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇവിടെ മത്തായി 23-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് 37-ാമത്തെ വാക്യത്തിൽ ആ യെരൂശലേമിനെ കുറിച്ചുള്ള, ആ പ്രിയ നഗരത്തെ കുറിച്ചുള്ള കർത്താവിന്റെ ആ ഒരു പ്രിയ നഗരം, ബിലവഡ് സിറ്റി നമ്മളവിടെ വായിക്കുമ്പം എന്താണ് ഇത്ര പ്രിയമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ യെരൂശലേം ദേവാലയം. അവിടെ യെരൂശലേം ദേവാലയം ആകാൻ കാരണം എന്താ? അവിടെ ആയിരുന്നു എബ്രഹാമിന്റെ സാക്രിഫൈസ്. അവിടെ ആയിരുന്നു ദാവീദ് എനിക്ക് വിലയില്ലാത്തതായിട്ടൊന്നും ഞാൻ യാഗം കഴിക്കുകയില്ല എന്നുള്ള ദാവീദിന്റെ ഒർന്നാന്റെ കളത്തെങ്കിൽ നമ്മളിപ്പം വായിച്ചു. നമ്മളവിടെ 2 ശമൂവേൽ 1 ശമൂവേൽ 24:24 ആണോ 2 ശമൂവേൽ ഞാനൊന്ന് നോക്കട്ടെ. 2 ശമൂവേൽ 24:24 അതെ 2 ശമൂവേൽ 24:24 ദാവീദ് പറയുന്ന ഒരു ഡയലോഗ് നമ്മളിപ്പോഴും എടുത്ത് പറയാറുണ്ടല്ലോ. എന്താ? ഈ അരബിനയോട് ഒർന്നാൻ അല്ലെങ്കിൽ അരബിനയുടെ കളത്തെങ്കിൽ നമ്മളിപ്പം വായിച്ചു, യെബൂസിനായ അരബിനയുടെ കളത്തെങ്കിൽ. അപ്പൊ ആ രാജാവ് ആയിട്ടുള്ള ദാവീദിന് ആ സ്ഥലം യാഗം കഴിപ്പാനായിട്ട് എല്ലാം ഫ്രീ ആയിട്ട് നൽകുക എന്ന് പറഞ്ഞപ്പം ആ അരബിന പറഞ്ഞപ്പം അങ്ങനെയല്ല. 2 ശമൂവേൽ 24:24 ഞാൻ അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല. ഐ വിൽ നോട്ട് ഓഫർ ബോണ്ട് ഓഫറിംഗ് ടു ദ ലോർഡ് മൈ ഗോഡ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്. എനിക്കൊരു ചെലവില്ലാതെ ദൈവത്തിനൊരു യാഗം കഴിപ്പാൻ ഞാൻ ഒരുക്കുമല്ല എന്ന് പറയുന്നൊരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് യാഗം കഴിക്കുന്നതിനൊരു ചെലവുണ്ടോ? ചെലവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്തോ പണം ചെലവഴിക്കുന്നതൊക്കെ അത് സെക്കൻഡറി ആയിട്ടുള്ള പിന്നീടുള്ള കാര്യങ്ങൾ. എന്നാൽ പ്രാഥമികമായിട്ടും ഉള്ള ചെലവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സ്വയജീവന് നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട്. പല കാര്യങ്ങളിലും നമ്മളുടേതായ ചില സ്വന്തം ഇഷ്ടങ്ങളും നമ്മളുടേതായ ചില സൗകര്യങ്ങളും നമ്മളുടേതായ ചില മുൻഗണനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിനായിട്ട് നമ്മൾ യാഗം കഴിക്കുമ്പോൾ അവിടെ ഒരു സ്വയജീവന്റെ ഒരു ചെലവുണ്ട്. കർത്താവേ, എന്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെയല്ല ആകട്ടെ എന്ന് പറയുന്ന ഒരു ചെലവ്. അങ്ങനെ ഒരു ചെലവില്ലാതെ, ആ ഒരു സ്വയജീവനൊരു ചെലവില്ലാതെ എല്ലാ കാര്യങ്ങളും ഒക്കെ അതുപോലൊക്കെ അങ്ങ് ഈസി ആയിട്ടൊക്കെ അങ്ങ് പോയാല് എല്ലാ കാര്യങ്ങളും ഒക്കെ അനുകൂലമായിട്ടിരുന്നാൽ ഞാൻ പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഒരു തടസ്സവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഒരു ചെലവുമില്ലാത്ത ഒരു ക്രിസ്ത്യ ജീവിതം ആൾക്കാർ നയിക്കുന്നു എന്നാൽ
അവരുടെ ജീവിതത്തിൽ അവർക്കത് ഡിഡ് ഇറ്റ് കോസ്റ്റ് ദം എനിത്തിങ്? അവർക്ക് കർത്താവിനെ പ്രതി ഒരു നിന്ന സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? കർത്താവിനെ പ്രതി അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? കർത്താവിനെ പ്രതി അവർക്ക് അവിടെ സ്വജീവന്റെ ചില സാക്രിഫൈസസ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? അതോ ഒരു എല്ലാ സൗകര്യമാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ ഞാൻ അങ്ങ് ദൈവത്തെ ശുശ്രൂഷിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. മറിച്ച് കർത്താവേ, എന്റെ ഇഷ്ടം പോലെ ഒന്നും അല്ല, എന്റെ ഇഷ്ടമെല്ലാം സറണ്ടർ ചെയ്ത് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ സമർപ്പിച്ച് ഞാൻ അവിടത്തേക്ക് യാഗം കഴിക്കും. അങ്ങനെ എബ്രഹാമും ആ തീരുമാനം എടുത്ത്, എബ്രഹാം തനിക്ക് എല്ലാമായ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ദാവീദ് അതുപോലെ ചെലവഴിച്ച് യാഗം കഴിച്ച ആ മോറിയാമല, അർണാന്റെ കളം, അവിടാണ് യെരുശലേം ദേവാലയം പണിയപ്പെട്ടതും. അവിടാണ് ദൈവത്തിന്റെ മഹത്വം വന്ന് തേജസ് വന്ന് നിറഞ്ഞതായിട്ട്, അവിടെ ശലോമോന്റെ ആലയത്തിലെ ദൈവത്തിന്റെ തേജസ് വന്ന് നിറയുന്നതായിട്ടൊക്കെ നമ്മൾ പിന്നീട് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ദൈവത്തിന് പ്രിയ നഗരം എന്ന ആ പ്രിയ നഗരം തന്നെയാണ് ദൈവത്തിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊല ചെയ്തത് എന്നുള്ള കാര്യം തന്നെ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. മത്തായി 23:37 കർത്താവ് യെരുശലേമിനെ കുറിച്ച് കർത്താവ് വിലപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ അതിന്റെ 34-ാമത്തെ വാക്യം, മത്തായി 23:34 എന്താ വായിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും, പ്രവാചകന്മാരെ അയക്കുന്നു, ജ്ഞാനികളെ, വളരെ ദൈവത്തിന്റെ ജ്ഞാനമുള്ളവരെ, ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. ഐ എം സെൻഡിങ് പ്രോഫിറ്റ്സ്, വൈസ്മെൻ ആൻഡ് സ്ക്രൈബ്സ്, അങ്ങനെയുള്ള ശാസ്ത്രിമാരെയൊക്കെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങൾ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാർ ഒരിക്കലും പോപ്പുലർ ആയിരുന്നില്ല, അവർക്ക് ജനസമ്മതി ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർ സത്യം വിളിച്ചു പറയുമ്പോൾ ആൾക്കാർക്ക് കൊള്ളും. അപ്പം അതുകൊണ്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല പദ്ധതികളൊക്കെ മെനയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരേവരും പീഡിപ്പിക്കപ്പെടും എന്നെവിടെ പറഞ്ഞിരിക്കുന്നേ? നമ്മള് 1 തിമോത്തിയോസ് 3:12 പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ആ വാക്യം നമുക്ക് കാണാം. നല്ല വാക്യം. നമ്മള് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ നിന്ന് മത്തായി 23-ൽ നമ്മളിപ്പോ ഉണ്ട്. നമുക്ക് ആ ഒരു 1 തിമോത്തിയോസിലെ 1 തിമോത്തിയോസ് 3:12 നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവഭക്തിയോടെ 2 തിമോത്തിയോസ് 3:12 എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക്, നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ആ ജീവിക്കാനുള്ളൊരു മനസ്സ് തന്നെ നമുക്കുണ്ടെങ്കിൽ, അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന ഇങ്ങനെ, എവ്രി വൺ ഇൻഡീഡ് ഓൾ ഹു ഡിസയർ, മോസ്റ്റ് ഒന്നുമല്ല, സമ്മൊന്നുമല്ല, ഓൾ എല്ലാവർക്കും, ഹു ഡിസയർ ടു ലിവ് ഗോഡ്ലി ഇൻ ക്രൈസ്റ്റ് ജീസസ്, ദൈവഭക്തിയോട് ജീവിപ്പാൻ, കർത്താവിനെ പോലെ ജീവിപ്പാനായിട്ട് നമ്മൾ നീതിയോട്, ന്യായത്തോട്, സത്യമായിട്ടുള്ള ചില നിലപാടുകൾ, ചില കാര്യങ്ങളിലൊക്കെ എടുക്കുമ്പം ദൈവഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ ഭക്തിയോട് ജീവിക്കാൻ മനസ്സിലുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. നമ്മള് ചില കാര്യങ്ങളിൽ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നു, അപ്പം നമ്മളുടെ കൂടെ ഉള്ളവർ സത്യസന്ധമായിട്ട് ചെയ്യാത്തവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇവര് മാത്രം സത്യസന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കും കൂടെ അത് പാരയാവും എന്നുള്ളത് കൊണ്ട് അവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളിലുമൊക്കെ ദൈവഭക്തിയോടെ കർത്താവിന്റെ വചനപ്രകാരം ചെയ്യാനായിട്ട് നമ്മളൊരു നിലപാട് എടുക്കുമ്പോൾ അവിടെ ഒരു കഷ്ടമുണ്ട്. പലരും നമ്മളെ കളിയാക്കും, ഒറ്റപ്പെടുത്തും. അതുപോലെ ഉള്ള പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൂടുതൽ പണച്ചെലവായിരിക്കും പല കാര്യങ്ങളിലും സത്യസന്ധതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. നമുക്ക് തന്നെ കൂടുതൽ മെനക്കേടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം ഓൾ ഹു ഡിസൈർ ടു ലിവ് ഗോഡ്ലി ഇൻ ക്രൈസ്റ്റ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മളൊരു പക്ഷേ ആദിമ ക്രിസ്ത്യാനികൾ പോലെയുള്ള ചാട്ടവാറടിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും കൊള്ളുന്നില്ലായിരിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവഭക്തിയോടെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപദ്രവം ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഉപദ്രവം ഒന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തോട് ഒത്തവേഷം കെട്ടി ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് വിട്ടുവീഴ്ചയിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു ഉപദ്രവവും ഒരു എതിർപ്പും ഒന്നുമില്ല. നമ്മളങ്ങ് വളരെ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലതാ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയുവാണെങ്കിൽ ശരിയാണ്. നമ്മള് സത്യസന്ധതയോടെ നീതിയോടെ ജീവിക്കുമ്പോൾ പലരും നമ്മളെ കുറിച്ച് നല്ലത് പറയും. തീർച്ചയായിട്ടും കർത്താവും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നു നമ്മൾ ലൂക്കോസ് 2 അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലതാ പറയുന്നുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്നാ പറയുന്നത്. ലൂക്കോസ് 6 അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താ പറയുന്നത്? വെൻ
ഓൾ പീപ്പിൾ സേ ഗുഡ് അബൌട്ട് യു. അതാ ലൂക്കോസ് 6:26 വാക്യം. സകല മനുഷ്യരും, ചില മനുഷ്യരോ അല്ലെങ്കിൽ പല മനുഷ്യരോ ഒക്കെ നമ്മളെ കുറിച്ച് നല്ലത് പറയട്ടെ, നല്ല കാര്യം, നല്ല സാക്ഷ്യം. പക്ഷെ എല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാര് അങ്ങനെ ചെയ്തുവല്ലോ എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. നമ്മൾ തിരിച്ച് മത്തായി 23 വരുമ്പോൾ അവിടെ എന്ത് നമ്മൾ വായിക്കുന്നത്? 34 വാക്യത്തില് അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ച് കൊല്ലുകയും ചിലരെ നിങ്ങൾ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ, അതായത് ആദാമിന്റെ മകനായിട്ടുള്ള ഹാബേൽ, ഉൽപ്പത്തി 4-ാം അധ്യായം, അവിടെ മുതൽ തുടങ്ങിയ രക്തച്ചൊരിച്ചിലാണ്. കയ്യിന് എന്ത് പറ്റി? കയ്യിന് ഒത്തിരി അസൂയ തോന്നി. തന്റെ അനിയനെ ദൈവം അംഗീകരിച്ചു, തന്നെ അംഗീകരിച്ചില്ല. അപ്പോഴത്തേക്ക് അസൂയ തോന്നി അനിയനെ അങ്ങ് കൊലപ്പെടുത്തി. അപ്പൊ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച്, അതാ നമ്മളവിടെ വായിക്കുന്നത്, ബിറ്റ്വീൻ ദ ടെമ്പിൾ ആൻഡ് ദ ഓൾട്ടർ, ദൈവത്തിന്റെ ആ ആലയത്തിനും ആൾത്താരയ്ക്കും ഒക്കെ നടുവിൽ വെച്ച്, അതാ നമ്മള് 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സഖരിയാവിന്റെ രക്തം വരെ, ബ്ലഡ് ഓഫ് സക്കറിയ ദ സൺ ഓഫ് ബെരഖ്യ, അതാ നമ്മള് സഖരിയാവിന്റെ പുസ്തകം എഴുതി സഖരിയാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ബെരഖ്യാവിന്റെ മകനായ സഖരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചുരുങ്ങി നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഹാബേൽ മുതൽ സഖരിയാവ് വരെയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതെല്ലാം ഈ പ്രിയ നഗരമായിട്ടുള്ള യെരുശലേമിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെരുശലേമി 37-ാമത്തെ വാക്യം. കർത്താവിന്റെ ആ ഒരു ഹൃദയഭാരം ഇത്രയെല്ലാം തന്റെ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രന്മാരെയൊക്കെ ഇത്രയധികം നിന്ദിക്കുകയും അപമാനിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും ദൈവത്തിന്റെ ഹൃദയം എത്രമാത്രം അവർക്കായിട്ട് വേദനിക്കുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. യെരുശലേമി, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു നിങ്ങളെ എന്റെ ചിറകിന്റെ ഇടയിൽ അങ്ങ് ചേർക്കാനായിട്ട്. എന്നാൽ നിങ്ങൾക്ക് മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നത് അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യഹൂദന്മാര് ഒന്നടങ്കമായിട്ട് കർത്താവിന്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് യേശുവിനെ കുറിച്ച് ഇതുവരെയും പറയുന്നില്ല. പല യഹൂദന്മാരും വിശ്വാസത്തിലേക്ക് വന്നു. ആദ്യമേ ക്രിസ്ത്യാനികളൊക്കെ യഹൂദന്മാരായിരുന്നു. പിന്നീടാണ് ജാതികളിലേക്ക്, നമ്മളിലേക്കൊക്കെ ഈ സുവിശേഷം എത്തിയത്. എന്നാൽ ഇപ്പോഴും യഹൂദന്മാരായിട്ട് തുടരുന്ന യഹൂദന്മാരാണ് അവിടെ ഇസ്രയേലിലുള്ള യഹൂദന്മാര്. അപ്പോ അവരെല്ലാം കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹിക്കപ്പെട്ടവൻ, ബ്ലെസ്ഡ് ഈസ് ഹി ഹു കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന കർത്താവോട് പറയുന്നത്. മറ്റൊരുത്തും തന്റെ സ്വന്തം നാമത്തിൽ വരുമ്പോൾ നിങ്ങൾ അവനെ സ്വീകരിക്കുമെന്ന് കർത്താവ് ഇവിടെ യോഹന്നാൻ 5-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. അത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല എന്ന് മറ്റൊരുത്തും സ്വന്തം നാമത്തിൽ വരുമ്പോൾ നിങ്ങൾ അവനെ കൈക്കൊള്ളുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിന് 43-ാമത്തെ വാക്യം. യോഹന്നാൻ 5:43 ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. എതിർ ക്രിസ്തു സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. എന്നാൽ ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളൊരു കാര്യം കർത്താവ് പറയണം. അപ്പൊ കർത്താവിന് എത്രമാത്രം പ്രിയ നഗരം. കർത്താവ് ഇവരെ കുറിച്ച് വിലപിച്ചു. നമ്മൾ മത്തായി 23 യെരുശലേമെ വിളിക്കുന്നത് നമ്മൾ കാണുന്നേ. എന്നാൽ ലൂക്കോസ് 19-ാം അധ്യായത്തിന് അതേ പോർഷൻ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് യെരുശലേമില് ഉള്ള ഇന്ന് ലോകമെമ്പാടും ആ ഒരു ഹോളി വീക്ക്, പാഷൻ വീക്ക് എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യമായിട്ടുള്ളവരൊക്കെ ആചരിക്കുമ്പോൾ ശരിക്കും ഈ കാലയളവിൽ തന്നെയാണ് കർത്താവിന്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്നത്. നമ്മള് 2025 നിസ്സാൻ 17 ഏപ്രിൽ 15 ഏപ്രിൽ 15 പറഞ്ഞ ഇന്ന്, ശരിക്കും പറഞ്ഞ ഇന്നാണ് യഥാർത്ഥത്തില് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് AD 30 കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഇപ്പൊ 2025 1995 വർഷങ്ങളായി കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഇന്നാണെന്ന് പറയേണ്ടവര്. ഈസ്റ്റർ ദിനം ശരിക്കും പറഞ്ഞാൽ ഈ ഞായറാഴ്ച കലണ്ടറിൽ നമുക്കുള്ളത്. എന്നാൽ കർത്താവ് നിസ്സാൻ മാസത്തില കർത്താവ് ക്രൂശിക്കപ്പെട്ടതെന്ന് നമ്മള് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് പെസഹ
അന്ന് പാസ് ഓവർ ആയിരുന്നു. പെസഹ കഴിച്ചതിന് ശേഷമാണ്, പെസഹ കുഞ്ഞാടായിട്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം പെസഹ എന്ന് പറയുന്നത് നിസ്സാൻ മാസം അല്ലെങ്കിൽ അബീബ് മാസം, നിസ്സാൻ അല്ലെങ്കിൽ അബീബ് മാസമാണ് യഹൂദന്മാരുടെ ഒന്നാമത്തെ മാസം. നമ്മുടെ ജനുവരി എന്ന് പറയുന്നത് പോലെ അവരുടെ നിസ്സാൻ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർച്ച് ഏപ്രിലായിട്ട് വരും. നമ്മുടെ മാർച്ച് ഏപ്രിലിൽ നിസ്സാൻ മാസത്തില് 14-ാം തീയതിയാണ് പെസഹ. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നിസ്സാൻ 17-നാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അപ്പം 2025 നിസ്സാൻ 17 നമ്മൾ ഗൂഗിളിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ അത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 2025 നിസ്സാൻ 17 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഏപ്രിൽ 15. അത് ഏപ്രിൽ 15 എന്ന് പറഞ്ഞാൽ ഇന്ന് ഏപ്രിൽ 15. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന്റെ ആ ഒരു പുനരുദ്ധാനത്തിന്റെ ഈസ്റ്റർ എന്നുള്ള വാക്ക്, ഈസ്റ്റർ കലണ്ടറിൽ ഈസ്റ്റർ ഞായറാഴ്ചയാക്കാൻ വേണ്ടി കത്തോലിക്ക ചർച്ചസ് മുതലുള്ള പാരമ്പര്യ സഭകളൊക്കെ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അത് സ്പ്രിംഗ് ഇക്വിനോക്സ് കഴിഞ്ഞിട്ടുള്ള വരുന്ന ആദ്യത്തെ സ്പ്രിംഗ് ഇക്വിനോക്സിന്റെ പൂർണ്ണചന്ദ്രൻ വരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ സൺഡേ ഈസ്റ്റർ ആയിട്ട് പരമ്പരാഗതമായിട്ട് കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിന് ഞായറാഴ്ചയായിട്ട് എല്ലാ വർഷവും വരുന്നത്. എന്നാൽ യഥാർത്ഥത്തില് നിസ്സാൻ 17, ഈ വർഷത്തെ നിസ്സാൻ 17 ഇന്നാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ കർത്താവ് ക്രൂശിക്ക് പെട്ടത് യെരുശലേമിന് വെളിയിലാണ്. അപ്പൊ ആ യെരുശലേമിലേക്ക് കർത്താവ് കഴുതപ്പുറത്തൊക്കെ വന്നതാണ് ഹോശാന ഞായറാഴ്ചയായിട്ടൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ കർത്താവ് ക്രൂശിക്ക് ഉയർത്തെഴുന്നേറ്റതിന്റെ മുമ്പേ ഉള്ള ഞായറാഴ്ച, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ള ഞായറാഴ്ച. ക്രൂശിക്കപ്പെട്ടത് ഒരു വ്യാഴാഴ്ചയായിരുന്നു, വെള്ളിയാഴ്ചയിലെ വ്യാഴാഴ്ചയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വചനത്തിൽ നിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ലൂക്കോസ് 19-ാം അധ്യായത്തിലെ കർത്താവ് വിലപിച്ചതായിട്ട്, അവരെ ഓർത്ത് കർത്താവ് കരഞ്ഞതായിട്ട് നമ്മൾ അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ, അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കർത്താവ് വെറുതെ അങ്ങ് എല്ലാത്തിനെയും പിടിച്ചെങ്കിൽ, ഇപ്പം ചില ആൾക്കാരുണ്ട് ഒന്ന് ചോദ്യം ചോദിക്കാൻ പെട്ടെന്ന് നമുക്കറിയാം, അതുപോലെയുള്ള ആളല്ലായിരുന്നു കർത്താവ് നല്ലൊരു തികഞ്ഞ പുരുഷനായിരുന്നു കർത്താവ്. ഓഫ്കോഴ്സ് സഹോദരിമാരൊക്കെ അത് അവരുടെ ദൈവം അങ്ങനെ അവരെ വയർ ചെയ്തേക്കുന്നു. ചിലർ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മതി പെട്ടെന്ന് അങ്ങ് കരയാൻ തുടങ്ങി. എന്നാൽ കർത്താവ് നല്ല ഒരു തികഞ്ഞ പുരുഷനായിരുന്നു കർത്താവ്. അതുപോലൊരു ഹൃദയഭാരം ഉള്ളപ്പോൾ കർത്താവിന് കണ്ണുനീര് വന്നു. കർത്താവ് കണ്ണുനീര് വാർത്തതായിട്ടൊക്കെ നമ്മൾ ലാസറസിന്റെ കല്ലറയ്ക്കലെ കർത്താവ് കണ്ണുനീർ വാർത്തു എന്നുള്ള ഏറ്റവും ചെറിയ വാക്യം, മനപാഠ വാക്യമായിട്ട് പറയാൻ ഏറ്റവും എളുപ്പമുള്ള വാക്യമാണ് ഈ യോഹന്നാൻ 11:35 വാക്യം എന്നൊക്കെ നമുക്കറിയാം. ജീസസ് വെപ്റ്റ്. യോഹന്നാൻ 11:35 അതിന്റെ റെഫറൻസ് ഞാനൊന്ന് നോക്കി പറഞ്ഞോളാം. അതെ, യോഹന്നാൻ 11:35 ജീസസ് വെപ്റ്റ്, ഷോർട്ടസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ. യേശു കണ്ണുനീർ വാർത്തു. കർത്താവ് അവിടെ കണ്ണുനീർ വാർത്തയായിട്ട് വായിക്കുന്നുണ്ട്. ഇവിടെ യെരുശലേം നഗരത്തിനെ ഓർത്ത് കണ്ണുനീർ കരഞ്ഞതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പം കർത്താവിന് അത്രമാത്രം ഒരു ഹൃദയഭാരം ഉണ്ടായിരുന്നു യെരുശലേം നഗരത്തിനെ കുറിച്ച്. അതാ നമ്മൾ ഇവിടെയും ഇത്രയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിപാട് പുസ്തകത്തിലും പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ എഴുതുമ്പം ഈ യെരുശലേമിനെ പ്രിയ നഗരമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിച്ചതാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ മത്തായി 23-ലേക്കും ലൂക്കോസ് 19-ലേക്കും ലൂക്കോസ് 6-ാം അധ്യായത്തിലേക്കും ഒക്കെ നമ്മളൊന്ന് പോയി വന്നത്. 1 തിമോത്തിയോസിലോട്ടും പിന്നെ എബ്രഹാമിന്റെയും ദാവീദിന്റെ സാക്രിഫൈസസ് ഒക്കെ നടന്ന ആ സ്ഥലം, അത്ര ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം. ആ യെരുശലേമാണ് ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും ഈവൻ മുസ്ലിങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ളതായിട്ട് അവർ പറയുന്ന ഒരു നഗരം. ഖുറാനിൽ ശരിക്കും പറഞ്ഞ യെരുശലേമിനെ ഡയറക്റ്റ് ആയിട്ടുള്ള വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ യഹൂദന്മാർക്ക് അത് പ്രാധാന്യമുള്ളതായതുകൊണ്ട് യഹൂദന്മാരെ എതിർക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് അത് ഏതാണ്ട് നബി ഏതാണ്ട് സ്വപ്നം കണ്ടെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്തോ കഥയുണ്ട്. അപ്പൊ അങ്ങനെ അവർക്കും അതിനുവേണ്ടി അതുകൊണ്ട് അവർ അവിടെയും മോസ്കൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള വലിയൊരു കലാപഭൂമിയായിട്ട് യെരുശലേം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ നഗരം. ശാലേം എന്ന് പറഞ്ഞാൽ ശാലവും എന്ന് പറഞ്ഞാൽ സമാധാനം. എന്നാൽ ഇന്ന് ലോചിച്ച് നോക്കുമ്പോൾ സമാധാനം ഇല്ലാത്ത ഒരു നഗരമായിട്ടത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നിന്നുള്ളൊരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നാളുകളായി. അപ്പൊ അവിടേക്ക് മരുന്ന് കഴിക്കാം. ഇത് ഇന്ത്യക്കാരനായിട്ടുള്ളൊരു ആളാണ് ഇസ്രായേലിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അങ്ങനെ കൺസൾട്ടേഷൻ വിളിച്ചപ്പോൾ മരുന്ന് കഴിക്കാൻ വേണ്ടി മരുന്നിന്റെ കൊറിയർ ചാർജ് നമ്മൾ കൊറിയർ ഏജൻസിയിൽ അന്വേഷിക്കുമ്പോൾ കൊറിയർ ചാർജ് എന്തോ 12,000 രൂപയും ഉണ്ടാവും. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ അത് അത്രയൊക്കെ ആവും, പക്ഷെ അയച്ചാൽ അവിടെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ കാരണം എന്താന്ന് ചോദിച്ചാൽ അത് കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആളുടെ ഇൻഷുറൻസ് ആണ് അത്രയും തുക. അപ്പൊ അതുകൊണ്ട് അത്രയും റിസ്ക് ആണ് അവിടെ എല്ലാ കാര്യത്തിനും. അപ്പൊ അതുകൊണ്ട്
അതുകൊണ്ട് പിന്നെ മരുന്ന് അയക്കുന്നതിന്റെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കർത്താവിന് പ്രിയ നഗരം. അപ്പം അതാ നമ്മളിവിടെ തിരിച്ച് നമ്മളിവിടെ വെളിപാട് 20-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും, വിശുദ്ധന്മാരുടെ പാളയം, ദ ക്യാമ്പ് ഓഫ് ദ സെയിൻസ്. കർത്താവ് പാളയത്തിന് പുറത്താണ് കർത്താവ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. നമ്മളിന്നും പാളയത്തിന് പുറത്ത് പാടുകളേറ്റ് കർത്താവിന് നിന്ന ചുമക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം പാടി. എബ്രായർ 13-ാം അധ്യായത്തില് കർത്താവ് ഏത് പാളയത്തിന് പുറത്തായിരുന്നു? യെരുശലേമാകുന്ന പാളയത്തിന് പുറത്തായിരുന്നു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ യെരുശലേമിലുള്ള ഒരു റിലീജിയസ് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു മതഭക്തിയുടെ ഒരു പാളയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ വലിയ 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 ആൾക്കാരെല്ലാം താമസിക്കുന്ന വലിയ വലിയ ഒരു മതഭക്തിയുടെ ഒരു വെള്ളപൂശല് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ അകമേ ദൈവത്തിൽ നിന്ന് അതുപോലെ അകന്നിരുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അതുപോലെ റോമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി, റോമില് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി, അവർ മലയാളികൾ തന്നെ. ഇപ്പം കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷൻ വന്നായിരുന്നു. അപ്പം അവര് അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങള് പോപ്പിനെ പോയി കണ്ടു, പോപ്പ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവര് റോമിലാണ് വർഷങ്ങളായിട്ട്, കോട്ടയംകാരാണ്, റോമിലാണ് താമസിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ കൺസൾട്ടേഷൻ ആയിട്ട് വന്നത്. അപ്പം എല്ലാ കാര്യങ്ങളെല്ലാം ശരിയാ, പക്ഷെ വീട്ടിൽ എന്തില്ലെന്ന് ചോദിച്ചാൽ എല്ലാം പോപ്പിന്റെ അനുഗ്രഹവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നാ വീട്ടിൽ എന്തില്ലെന്ന് ചോദിച്ചാൽ സമാധാനമില്ല. ഭയങ്കര ഞാൻ അവരെ കല്ലെറിയാനല്ല, അവർക്ക് കർത്താവിനെ വേണ്ടോണ്ട് അറിയാത്തതുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അതുപോലെ സമാധാനമില്ല, അടിയിടിയും പ്രശ്നങ്ങളും ചീത്തവിളിയും ബഹളവും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മതഭക്തിയുടെ ഒരു വേഷം ഒരു പുറമെ നമുക്കും അതുപോലെ ഭവിക്കാം. നമ്മൾ വേറെ ആരും കല്ലെറിയാനല്ല, നമുക്കും അങ്ങനെ ഒന്നുകൂടായികയില്ല, നമുക്കും അതേപോലെ ഒരു ജഡമാണ് ഉള്ളത്. അപ്പൊ മതഭക്തിയുടെ ഒരു വേഷമുണ്ട്. എന്ന ഭക്തിയെ ത്യജിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ എന്നൊക്കെ നമ്മൾ ഇവിടെ 2 തിമോഥെയോസ് 3:5 നമ്മൾ അങ്ങനെ ഒരു വാക്യം എല്ലാവർക്കും പരിചിതമായിരിക്കും. ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ ശക്തി ഇല്ലാത്തവരെ ഒഴിഞ്ഞു നിൽക്കുക എന്നൊക്കെയാണ് നമ്മളവിടെ 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മതഭക്തിയുടെ ഒരു പാളയം ഉണ്ടായിരുന്നു അന്ന് ജെറുസലേമില് കർത്താവിനെ ക്രൂശിക്കുമ്പോൾ. അവർ ആ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് മെനക്കെട്ട് പിലാത്തോസിന്റെ അടുത്ത് ചെല്ലുന്നു, പിന്നെ ഹെരോദാവിന്റെ അടുത്ത് പോകുന്നു, പിന്നെയും പിലാത്തോസിന്റെ അടുത്ത് വരുന്നു. എങ്ങനെങ്കിലും ബരബാസിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി, കർത്താവിനെ ഞങ്ങൾ ക്രൂശിക്കണം, യേശുവിനെ ഞങ്ങൾ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി കച്ചകെട്ടി തിരിച്ച ആ മതഭക്തിയുടെ ഒരു പാളയം, ആ പാളയത്തിന് പുറത്താണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. എന്ന് ഇന്ന് നമ്മൾ നോക്കുമ്പം മതഭക്തിയുടെ ഒരു പാളയമുണ്ട്, പിന്നെ ഒരു വേൾഡ്ലി ക്യാമ്പ് ഉണ്ട്, റിലീജിയസ് ക്യാമ്പ് ഉണ്ട്. മതഭക്തിയുടെ ഒരു പാളയം, നമ്മൾ അതിന്റെ ഭാഗമായി പോകരുത്. പിന്നെന്താ, ഒരു വേൾഡ്ലി ക്യാമ്പ്, ലോകമയത്വത്തിന്റെ ഒരു പാളയമുണ്ട് ലോകത്ത്, ക്യാമ്പസുകളിലും ഓഫീസിടങ്ങളിലും ഒക്കെ മതഭക്തിയുടെ പാളയം. കൂടുതലും ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളിലായിരിക്കും മതഭക്തിയുടെ പാളയങ്ങൾ. പിന്നെ ലോകമയത്വത്തിന് ഒരു പാളയങ്ങള് ഓഫീസുകളില്, സ്കൂളുകളില്, യാത്ര ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ലോകമയത്വത്തിന് ഒരു പാളയമുണ്ട്. എന്നാൽ നമ്മൾ ദൈവമക്കളായിട്ടുള്ള നമ്മൾ ആ പാളയങ്ങളിൽ നിന്നൊക്കെ വെളിയിലായിരിക്കണം. കർത്താവിനോട് കൂടി നിന്ന ചുമന്ന് അവരുടെ കൂടെ കൂടാതെ ഇരിക്കുമ്പോൾ അവിടെ ഒരു നിന്നയുണ്ട്. നീ മാത്രം വലിയ വിശുദ്ധ വന്നിരിക്കുന്നു, ഞങ്ങളുടെ കൂടെ സിനിമ കാണത്തില്ല, ഞങ്ങളുടെ കൂടെ അതിന് വരത്തില്ല, ഇതിന് വരത്തില്ല, ഞങ്ങളുടെ കൂടെ പരദൂഷണം പറയാൻ വരത്തില്ല. അപ്പൊ അവരുടെ കൂട്ടത്തിലൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു നിന്നയുണ്ട്. അപ്പൊ അങ്ങനെ കർത്താവ് ആ പാളയത്തിന് പുറത്ത് കർത്താവ് ക്രൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന വിശുദ്ധന്മാരുടെ ഒരു പാഠം, ക്യാമ്പ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയെ കുറിക്കുന്ന ഒരു പാഠം. അപ്പൊ അതിനെതിരായിട്ട് ഇവരെല്ലാം കൂടെ ഈ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം, 1000 വർഷക്കാലം ഭരണം എന്ന് പറയുമ്പോൾ പുനരുദ്ധാന ശരീരത്തോടെ വിശുദ്ധന്മാർ ഇരിക്കുന്നത്, നമ്മളൊക്കെ പുനരുദ്ധാന ശരീരത്തോടെ ആയിരിക്കും അപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന്. ആ വിശുദ്ധന്മാരുടെ പാളയം അത് ഏറ്റവും സന്തോഷവും കൂട്ടായ്മയുള്ള ഒരു സ്ഥലവും ആണത്. അപ്പൊ ആ വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും യെരുശലേമിൽ നിന്ന്, അപ്പൊ ആ യെരുശലേമിൽ നിന്നാണ് കർത്താവ് ഭരിക്കുന്നത് എന്നുള്ളൊരു സൂചനയൊക്കെ നമ്മൾ വചനത്തിൽ പലയിടത്തു നിന്നും നമ്മൾ കാണുന്നത്. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. അതായത് അവര് കുഴിച്ച കുഴിയിൽ അവര് തന്നെ വീഴും. അവര് അത്രയും നാള് വലിയ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആളെ സാത്താന്റെ കൂടെ കൂട്ടുകൂടി വശീകരിക്കപ്പെട്ട് പെട്ടെന്ന് അവർ കുഴി ചാടി. നമ്മൾ അത് ദൈവത്തിന്റെ ഒരു പ്രമാണം. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി കുഴി കുഴിക്കുവാണെങ്കിൽ ആ കുഴിയിൽ ആരാ യഥാർത്ഥത്തിൽ ചെന്ന് വീഴാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കുഴി കുഴിക്കുന്നവർ തന്നെ ആയിരിക്കും. സദൃശ്യവാക്യത്തിൽ ആ വാക്യം നമുക്ക് താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴും എന്നുള്ളത് നമ്മളൊരു പഴമൊഴിയായിട്ട് സാധാരണ പറയാറുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിൽ സദൃശ്യവാക്യത്തിലൊരു വാക്യമാണെന്ന് എല്ലാവർക്കും അറിയാവുമെന്ന് അറിയത്തില്ല. നമ്മൾ സദൃശ്യവാക്യം 26-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ സദൃശ്യവാക്യം 26-ന്റെ 27-ാമത്തെ വാക്യം, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവന്റെ മേലെ അത് തിരിഞ്ഞു ഉരുളും.
കുഴി കുഴിക്കുന്നതിന് അതിൽ തന്നെ വീഴും. ഹി ഹു ഡിഗ്സ് എ പിറ്റ് വിൽ ഫോൾ ഇൻ ടു ഇറ്റ്. കല്ല് ഉരുട്ടുന്നതിന്റെ മേലെ അത് തിരിഞ്ഞങ്ങ് ഉരുണ്ട് അവന്റെ മേലെ തന്നെ കല്ല് വരും. നമ്മള് ഹാമാനും മൊർദെഖായിട്ട് എതിരായിട്ട് കല്ലുരുട്ടി കല്ല് ഹാമാന്റെ മേലെ തന്നെ വീഴുന്നതായിട്ട് എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യുനോ ഹാമാൻ അതുപോലെ ഒരു കുഴി കുഴിച്ചു, ഒരു കഴിമരം ഒക്കെ. ആ കഴിമരത്തിൽ തന്നെ അവന്റെ അന്ത്യം അതിൽ തന്നെ നടന്നതായിട്ട് നമ്മളവിടെ എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ തിരിച്ച് നമ്മൾ 9-ാമത്തെ വാക്യത്തിന്റെ അന്ത്യഭോജന പുസ്തകത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ തന്നെ കണ്ടു. പുനരുദ്ധാന ശരീരത്തോടെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് പുനരുദ്ധാന ശരീരങ്ങളോടെ ആയിരിക്കുന്ന ഈ വിശുദ്ധന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തക്കവണ്ണുള്ള ഒരു ഭോഷത്വം അത്രമാത്രം സാത്താന്റെ വശീകരണ ശക്തിയിൽ മനുഷ്യർ ഭോഷത്വം ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇന്ന് തന്നെ ചില കാര്യങ്ങളൊക്കെ പലരും ചെയ്യുമ്പോൾ എത്ര വലിയ ഭോഷത്വമാണ്, എത്ര വലിയ മണ്ടത്തിനും അവർ ചെയ്യുന്നേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് അവർക്ക് കത്തുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവര് ഈ ലോകത്തിന് ദൈവം അവരുടെ കണ്ണുകൾ കുരുടാക്കിയിരിക്കുകയാണെന്ന 2 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വാക്യത്തില് 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ആരാ? പിശാച്, ഗോഡ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ദൈവം തന്നെ അവിടെ വിളിച്ചിരിക്കുന്നത്. അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമായി. കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷത്തെ കാണാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരിക്കലും ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് യഥാർത്ഥത്തിലുള്ള സത്യം എന്താ തിരിച്ചറിയാൻ പറ്റാത്ത, ഇത്രയെല്ലാം അതുപോലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇപ്പം യേശു കർത്താവിന്റെ സുവിശേഷത്തിനെതിരെയാണ് ഇത്രയധികം എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഇപ്പം ഈ ഓരോരുത്തരെ ഈ തൃത്വത്തിനെതിരെയൊക്കെ സിനിമ എടുക്കുമ്പം അപ്പൊ അതിൽ നിന്ന് പ്രൂവൺ ആവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിതെല്ലാം കൂടി ഇത്രയും പാടുപെട്ട് എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് സത്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എങ്ങനെയെങ്കിലും മൂടിക്കളയാൻ വേണ്ടി ഇരുട്ടിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പം യഥാർത്ഥത്തിലുള്ള ഫലമുള്ള മാവിലെ ഏറുള്ളൂ എന്ന് പറയുന്നത് പോലെ മാങ്ങ ഉണ്ടെങ്കിലും മാവിൽ ആരെങ്കിലും എറിയാൻ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കാമ്പുള്ളത് കൊണ്ടാണ്, സത്യമുള്ളത് കൊണ്ടാണ് സാത്താൻ ഇതിനെ കൂട്ടിക്കളയാനായിട്ട് ഇടപെടാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ 2 കൊരിന്ത്യർ 4-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവപ്രതിമയായ അല്ലെങ്കിൽ ദൈവസ്വരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാന്, യഥാർത്ഥത്തിൽ ആ സുവിശേഷം ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്താ ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈവൻ വിശ്വാസികളായിട്ടുള്ളവരുടെയും മനസ്സ് വലിയൊരു അളവില് ഈ സുവിശേഷത്തിന്റെ പൂർണ്ണത കാണാതിരിക്കുന്നതിൽ നിന്നും പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ചില ക്രിസ്ത്യ ലോകത്തുള്ള പല കുള്ളരുതായ്മകളും പല അരുതാത്തതായിട്ടുള്ള വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അതുമൊക്കെ പൊക്കി ഘോഷിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി ആൾക്കാരുള്ളപ്പം അവര് വിശ്വാസികളായിരിക്കും, ഒരു പക്ഷെ വീണ്ടും ജനിച്ചവരായിരിക്കും എന്ന് വലിയൊരളവിൽ വഞ്ചിക്കപ്പെട്ട് അവര് ഇങ്ങനെയൊക്കെയുള്ള പല പാസ്റ്റർമാരെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പല പണത്തിൻ്റെതായ അതിപ്രസരത്തിനൊക്കെ ആയിട്ട് അവരുടെ കണ്ണ് വലിയൊരളവിൽ അവര് രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം അവരുടെ ഹൃദയം ശോഭിച്ചു വന്ന കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പൂർണ്ണത കാണാതിരിക്കാൻ തക്കവണ്ണം അവിശ്വാസികളുടെ ഹൃദയം മാത്രമല്ല വിശ്വാസികളുടെ ഹൃദയം കൂടെ നല്ലൊരളവിൽ സാത്താനെ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മള് കാണുന്നത്. നമ്മൾ തിരിച്ച് ഇവിടെ 9-ാം അധ്യായത്തിന്റെ ആ എക്സ്പ്ലനേഷൻ നമ്മളവിടെ കണ്ടു. യെരൂശലേമിനെ അവർ വളയുന്ന കാര്യവും പൊടുന്നിന് തീ ഇറങ്ങി പെട്ടെന്ന് തന്നെ, മറ്റേ അർമ്മഗദോൻ യുദ്ധമാണെങ്കിൽ ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുമ്പം ഇവിടെ ആണെങ്കിൽ ഒരു നിമിഷം മതി, പെട്ടെന്ന് തീ ഇറങ്ങിയല്ല ചാമ്പലായി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 10-ാമത്തെ വാക്യം ഇപ്പം ജഗബിപ്പം വായിക്കുമല്ലോ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. വെളിപാട് പുസ്തകത്തിൽ പിശാചിനെ എത്ര വട്ടമാണ് വഞ്ചകൻ എന്ന് വിളിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്. ഒടുവിൽ അവനെ അവന്റെ നിത്യവാസ സ്ഥലത്തേക്ക് തീപ്പൊയ്യിലേക്ക് അയക്കും. തീപ്പൊയ്യയിലേക്ക് ആദ്യം ചെന്നത് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. മൂന്നാമത് ഇതാ സാത്താനും അവിടെ എത്തിയിരിക്കുന്നു. ആദ്യ സമയമാണ് സാത്താന്യ തൃത്വം മുഴുവൻ ഒന്നിച്ച് തീപ്പൊയ്യയിൽ ആയിരിക്കുന്നത്.
മൃഗവും കള്ളപ്രവാചകനും തീപ്പൊയ്കയായിട്ട് ഇപ്പോൾ 1000 വർഷം കഴിഞ്ഞു. പക്ഷേ അവർ ഇനിയും ദഹിച്ചു പോയിട്ടില്ല. അവിടുത്തെ തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല. മർക്കോസ് 9:44-46 വാക്യങ്ങൾ. ബാബിലോണെന്ന പോലെ അവിടെ പുക എന്നേക്കും പൊങ്ങുകയാണ്. വെളിപ്പാട് 19:3. കർത്താവിന്റെ നന്മ വേണ്ട വിധത്തിൽ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആണ് ആളുകൾ യേശുവിനെ പിന്തുടരാത്തതെന്ന് ഇന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ശരിയായ കാരണം അതല്ലെന്ന് സഹസ്രാബ്ദ വാഴ്ച കഴിയുമ്പോൾ ഏവർക്കും വ്യക്തമാകും. മനുഷ്യന് സ്വന്തം ഹിതം തിരിക്കാൻ മനസ്സില്ല എന്നതാണ് യഥാർത്ഥ കാരണം. നമ്മളിപ്പം വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചു കേട്ടെ. എന്താ നമ്മളിവിടെ വായിക്കുന്നത്? അവരെ വഞ്ചിച്ച ഈ മണത്തരി പോലെയുള്ള വലിയ ജനസാഗരം കർത്താവിനെതിരെ തിരിഞ്ഞ് അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട അവരെ വഞ്ചിച്ച പിശാചിനെ ആ ഡിസീവർ, വഞ്ചകൻ എന്നുള്ള കാര്യം വീണ്ടും വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ 8-ാമത്തെ വാക്യത്തില് ജാതികളെ വഞ്ചിക്കുന്നു, വശീകരിക്കുന്നു എന്നുള്ള കാര്യം, ഡിസീവ് എന്നുള്ള വാക്യം നമ്മൾ അവിടെയും കാണുന്നു. ഈവൻ 10-ാം അധ്യായത്തില് ഡിസീവർ ഓഫ് ദ ഹോൾ വേൾഡ് എന്ന് നമ്മളവിടെ 12-ാം അധ്യായത്തില്, വെളിപാട് 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന, അല്ലെങ്കിൽ ഡിസീവ് ചെയ്യുന്ന തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വഞ്ചിക്കുക എന്നുള്ളതാണ് സാത്താന്റെ വലിയൊരു തന്ത്രം. അപ്പൊ ആ ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നേ. അത് അവര് വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പം കൂട്ടായി ആരൊക്കെ ഉണ്ടായിരുന്നു? ഓൾറെഡി അവിടെ മൃഗവും ഉണ്ടായിരുന്നു, കള്ളപ്രവാചകനും ഉണ്ടായിരുന്നു. അതേ ഇപ്പം കൂട്ടുകാരൻ അവരുടെയൊക്കെ തലവനായിട്ടുള്ള പിശാചും കൂടെ അവിടെ എത്തിച്ചേർന്നു. അപ്പം 3 സംഘം അവർക്ക് നിത്യമായിട്ട് കിടന്ന് ഇരിക്കാം. അവര് ഓൾറെഡി അവിടെ ഇവര് സീറ്റ് പിടിച്ചു വെച്ചേക്കുന്ന മൃഗവും കള്ളപ്രവാചകനും സീറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വായിക്കുന്നേ തൊട്ട് മുമ്പത്തെ അധ്യായം 19-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടായിരുന്നു. 19-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത് കള്ളപ്രവാചകനെയും, ഇപ്പൊ രണ്ടുപേരെ ആയിരിക്കും, മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കിട്ടി. കള്ളപ്രവാചകനെ കുറിച്ചുള്ള വിശേഷണമാണ് നമ്മൾ വായിച്ച് അവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം. മൃഗത്തെയും, അതായത് മൃഗം എന്ന് പറഞ്ഞാൽ ആരാ? മൃഗം നമ്പർ 1 ഇത് ക്രിസ്തു, മൃഗം നമ്പർ 2 കള്ളപ്രവാചകൻ. നമ്മളത് വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു. മൃഗം, മറ്റൊരു മൃഗം. അപ്പൊ ഈ 2 മൃഗങ്ങളും ഓൾറെഡി എവിടെ ഉണ്ട്? മൃഗങ്ങൾക്ക് തന്നെ മാനനഷ്ട കേസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് ഈ മൃഗങ്ങളായിട്ടുള്ള ഇത് ക്രിസ്തുവും കള്ളപ്രവാചകനും ഇവിടെ ഉണ്ട്. ഈ ഗന്ധക തീപ്പൊയ്കയിൽ ഓൾറെഡി ഉണ്ട്. അവരെ പിടിച്ചു കെട്ടി, അവരെ വെറുതെ ഒന്നുമല്ല, അവരെ പിടിച്ചു കെട്ടി. അത് നമ്മളിവിടെ വായിക്കുന്നത്. The beast was seized and with him the false prophet. പിടിച്ചു കെട്ടി അവർ പിടിക്കപ്പെട്ട് ഇരുവരെയും ഗന്ധകം കത്തുന്ന, ബ്രിംസ്റ്റോൺ കത്തുന്ന ലേക്ക് ഓഫ് ഫയർ, തീ പൊയ്യലിട്ട് എങ്ങനെയാ കൊന്നു തള്ളിക്കളഞ്ഞായിട്ടല്ല, ജീവനോടെ അവർ നരകത്തിലേക്ക് പോയി. ജീവനോടെ സ്വർഗത്തിലേക്ക് പോയ ഹാനോക്കിനെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും ഒക്കെ നമ്മൾ ആ സമയത്ത് ആ വാക്യങ്ങളൊക്കെ എടുത്ത് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇവൻ ജീവനോടെ ഭൂമിയുടെ ഉള്ളിലേക്ക് മോശയ്ക്കെതിരെ മത്സരിച്ച കോരഹ് പുത്രന്മാര്, മോശയ്ക്കെതിരെ മത്സരിച്ച കോരഹ് പുത്രന്മാര് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ ഭൂമിയുടെ ഉള്ളിലേക്ക് ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായമൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ കണ്ടായിരുന്നു. ജീവനോടെ അങ്ങനെ നരകത്തിലേക്ക് പോയ, ജീവനോടെ ഭൂമിയുടെ അഗാധത്തിലേക്ക് പോയവരെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. ഇവിടെ ജീവനോടെ തീപ്പൊയ്കയിലേക്ക് ജീവനോടെ എറിയപ്പെടുന്ന എതിർക്രിസ്തുവിനെ കുറിച്ചും കള്ളപ്രവാചകനെ കുറിച്ചും വായിക്കുന്നു. അവര് 1000 വർഷക്കാലം മുമ്പ് എറിയപ്പെട്ടവരാണ്. ഇതിപ്പോ 1000 വർഷക്കാലം ഭരണമൊക്കെ കഴിഞ്ഞ് 1000 വർഷക്കാലം കൂട്ടിനകത്ത് അഗാധത്തിലൊക്കെ ആയിരുന്നു ഈ പിശാചിനെ അതിന്റെ തുറന്നു വിട്ടു. പിശാച് എല്ലാവരും കൂടെ വഞ്ചിച്ചു. പിശാചിന്റെ ഇവരുടെ മേലെല്ലാം തീ വന്ന് വിഴുങ്ങി. അത് കഴിഞ്ഞിട്ട് പിശാചിനെ എടുത്ത് എങ്ങോട്ട് ഇട്ടു എന്ന് ചോദിച്ചാൽ
അത് നമ്മളിപ്പം 10ാമത്തെ വാക്യത്തിൽ എത്ര വലിയൊരു നല്ലൊരു വാക്യമാണ്. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഫൈനൽ ട്രയംഫ് എന്നാണ് നമ്മുടെ ആ പുസ്തകത്തിന് തന്നെ പേര് തന്നെ സാങ്ക്വറി ഇട്ടിരിക്കുന്നത്. ആ ഒരു അന്തിമമായിട്ടുള്ള ഒരു വിജയം. നമ്മളുടെ എതിരാളിയായിട്ടുള്ള പിശാച് അവന്റെ തലയൊക്കെ ഓൾറെഡി കാൽവരി കുരിശിൽ ചതയ്ക്കപ്പെട്ടതാ. ഇനിയിപ്പം തലയും വാലും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇനിയിപ്പോ ഈ ഗന്ധർവ പേരോട്ട് എടുത്തിടും എന്നുള്ള കാര്യം നമ്മളിവിടെ 10ാമത്തെ ഭാഗത്തിൽ അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പൊ ഇത് വെളിപാട് പുസ്തകത്തിൽ ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് വെളിപാട് പുസ്തകം വായിക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയാ അവന് എങ്ങനെയെങ്കിലും വെളിപാട് പുസ്തകം അത് വെറുതെ ഒന്നും വായിച്ചൊന്നും മനസ്സിലാവത്തില്ല, അത് വളരെ ബോറാണ്, അത് വളരെ ഒന്നും നമുക്കൊന്നും പിടികിട്ടുന്ന കാര്യമൊന്നുമല്ല, എന്തൊക്കെയോ കുറെ ആലങ്കാരിക ഭാഷയിലൊക്കെ എന്തോ എഴുതി വെച്ചേക്കുന്നു, അതുകൊണ്ട് വെളിപാട് പുസ്തകം നമുക്കൊന്നും വായിക്കണ്ട എന്ന് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്നത് പിശാചും കിങ്കരന്മാരും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവന്റെ അവസാനത്തെ ഗതി എന്താവും എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ല മലയാളത്തില് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് വായിക്കാതിരിക്കാൻ വേണ്ടിയാ പിശാജ് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് വളരെ ഊന്നി പിശാജിനെ ഒന്നുകൂടെ പിശാജിനെ തലയ്ക്ക് ഒരു ചവിട്ടും കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇത് വളരെ ഊന്നി നമ്മൾ പറയുന്നത്. മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപോയിലേക്ക് ഈ പിശാചിനെയും കൂടെ തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പൊ ഈ 1000 വർഷക്കാലം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മൃഗവും കള്ളപ്രവാചകനും ഒക്കെ അപ്പോഴും അവിടെ ഇരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്നേക്കുമായിട്ട് ഇരിയും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ തന്നെ തിരുവായി മൊഴിഞ്ഞ് മർക്കോസിന്റെ സുവിശേഷത്തില നമ്മൾ ആ കാര്യം കാണുന്നത്. ബാക്കിയുള്ള സുവിശേഷങ്ങളിലൊന്നും അങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ നമ്മള് ഇപ്പൊ 4 സുവിശേഷം എന്തിനാ എഴുതിയിരിക്കുന്നില്ല, ഏകദേശം എല്ലാം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ഒരു സുവിശേഷം അങ്ങ് മാറ്റി വെക്കാന്ന് വിചാരിച്ചു തന്നെ ബാക്കി സുവിശേഷങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. മർക്കോസിന് ചെറിയ സുവിശേഷമല്ലേ, അപ്പം ബാക്കിയെല്ലാം ഇപ്പം വലിയ സുവിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിപ്പം അങ്ങ് മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്കറിയാം. കർത്താവ് 40 ദിവസം മരുഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവിന്റെ കൂടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, മരുഭൂമി കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തില അവിടെ വായിക്കുന്നത്. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോകുന്നു എന്നൊക്കെ മർക്കോസ് 1:13 വായിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളെല്ലാ സുവിശേഷങ്ങളും ചേർത്ത് വായിക്കുമ്പോഴാണ് എല്ലാത്തിന്റെ ഒരു ഹോൾസം പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഇവിടെ മർക്കോസ് 9ാം അധ്യായത്തിലാണ് തീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. എല്ലാവരും തീയിനാൽ ഉപ്പിടും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ തന്നെ 49ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മർക്കോസ് 9:49. അപ്പൊ ഈ 2 തരത്തിലുള്ള തീയുണ്ട്. ഒന്ന് സ്വർഗത്തിന്റെ തീയുണ്ട്, ഒന്ന് നരകത്തിന്റെ തീയുണ്ട്. നരകത്തിന്റെ തീയാണ് അതിന് തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്നത് 48ാമത്തെ വാക്യം. പിന്നെ സ്വർഗത്തിന്റെ തീയെ കുറിച്ചാണ് 50ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ആ വാക്യം മർക്കോസ് 9:49 വാക്യം. അപ്പം എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. അപ്പൊ ഏത് തീയാ? കർത്താവിനെ വിശ്വസിക്കുന്നവര് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയാണ് കൃപയുടെ ശക്തിയുടെ ആ ഒരു തീ. അതാ നമ്മൾ 50ാമത്തെ വാക്യത്തിൽ ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തെന്ന് അതിന് രസം വരുത്തും, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഉപ്പിന്റെ കൃപയുടെ ഒരു തീ, പരിശുദ്ധാത്മാവിന്റെ ഉപ്പിനെ കൃപയോടൊക്കെ ഉപമിച്ചിട്ടുള്ളതായിട്ട് കൊളോസ്യർ 4:6 നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും സീസൺ അസിറ്റ് വിത്ത് സോൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉപ്പിനെ കൃപയോട് അല്ലെങ്കിൽ കൃപയെ ഉപ്പിനോട് ഉപമിച്ചിരിക്കുക അവിടെ കൊളോസ്യർ 4:6. ഇവിടെ ആ കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ഉപ്പിടപ്പെടണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ തീ നമ്മളിൽ ഇല്ല. പരിശുദ്ധാത്മാവിന്റെ തീ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്തവൻ ആണെങ്കിൽ എവിടെ പോവും? ഈ തീപ്പൊയ്കയിലോട്ട് പോയി അവിടെ അതുകൊണ്ട് തീ കൊണ്ട് ഉപ്പിടപ്പെടാം. എല്ലാം ഉപ്പിലിടണം. ഏതെങ്കിലും ഒന്ന് സ്വർഗത്തിന്റെ തീയിൽ ഉപ്പിലിടണം, അല്ലെങ്കിൽ നരകത്തിന്റെ തീയിൽ ഉപ്പിലിടണം. അപ്പം ഏത് വേണം എന്നുള്ളതാ നമ്മളെ വീണ്ടും ജനിച്ചവരായ നമ്മള് ഓഫ്കോഴ്സ് ആ ഒരു പരിശുദ്ധാത്മ അഗ്നിയിൽ നമ്മൾ അധികമായിക്കൊണ്ടേയിരിക്കണം എന്ന് അവിശ്വാസികള് നരകത്തിന്റെ തീയില് ഉപ്പിടപ്പെടുന്ന ഒരു കാര്യം അത് എത്ര യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ 48ാമത്തെ വാക്യത്തിൽ അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, അവരുടെ പുഴു വേം എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. യെശയ്യാവ് 66:24 എന്നുള്ള ഒരു കൊട്ടേഷനാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവരുടെ പുഴു എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ പുഴു തന്നെ ആയിരിക്കണം എന്നില്ല, എന്നാൽ പുഴുവിനെക്കാട്ടിലും
ഇപ്പോ നമുക്ക് ഇതിന് പുഴു ഇഴയുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, അതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എത്ര നേരം സഹിച്ചുകൊണ്ടിരിക്കാനും ഇപ്പം എന്നാൽ പുഴുവിനെക്കാട്ടിലും അത് ആലങ്കാരിക ഭാഷ, പുഴുവിനെക്കാട്ടിലും മോശമായിട്ടുള്ള എന്തോ ആണത്. അപ്പൊ ആ പുഴു ചാകുന്നില്ല. അവരുടെ പുഴു എന്ന് പറയുമ്പോൾ ഓരോരുത്തരും കടിക്കാനായിട്ട് പ്രത്യേകമായിട്ട് അതുപോലെയൊക്കെയുള്ള ഓരോ അനുഭവം, പുഴു പോലുള്ള അതുപോലെ അതിനെക്കാട്ടിൽ വഷളായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് അത് വാക്കുകളിൽ നമ്മളുടെ മാനുഷികമായിട്ടുള്ള ഭാഷയിൽ വിവരിക്കാൻ പറ്റാത്തത്, അതിന് അതീതമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആലങ്കാരികമായിട്ടുള്ള ഭാഷയിൽ പുഴു എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തീ എന്ന് പറയുന്നതെല്ലാം തീയും പുഴുവും ഒക്കെ അക്ഷരികമായിട്ടുള്ള തീയും പുഴു ആകണമെന്നില്ല, അതിനെക്കാട്ടിലും മോശമായിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല എന്നുള്ള കാര്യം നമ്മൾ 48-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഇവൻ 44-ാമത്തെ വാക്യത്തിലും അതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. എന്താ, ഊനനായി ജീവിക്കുന്നതിൽ ജീവനിൽ കിടക്കുന്നത് രണ്ട് കൈയുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അതെ, അതിന്റെ 44-ാമത്തെ വാക്യം അല്ലെ ഇംഗ്ലീഷില് ദെയർ വോം ഡസ് നോട്ട് ഡൈ ആൻഡ് ദ ഫയർ ഇസ് നോട്ട് ക്വെൻച്ച്ഡ്. 44-ലും 46-ലും ഒക്കെ ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മലയാളത്തില് അത് ഇംഗ്ലീഷിൽ അത് ഇറ്റാലിക്സിലാണ് ഇട്ടേക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ NSBയില് ഇറ്റാലിക്സിലല്ല, സോറി, എന്താ പറയുക, ബ്രാക്കറ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ചില പരിഭാഷകളിൽ അത് കാണും. മലയാളം പരിഭാഷയില് ചെറിയവരിൽ 42 മുതൽ ഞാൻ ഓടിച്ചു വായിക്കുവാണെങ്കിൽ, ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുന്നത് കഴുത്തിന് തിരികെ കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്ന ഏറെ നല്ലത്. നിന്റെ കൈ ഇടർച്ച വരുന്നത് വെട്ടിക്കളയുക. ഊനായി ജീവിക്കുന്നത് കെടാത്ത തീയായ നരകത്തിൽ പോയതിനേക്കാൾ നിനക്ക് നല്ലത്. ഇന്ന് അത് ശരിക്കും 43-ാമത്തെ വാക്യം ഇംഗ്ലീഷിലും 44-ും 46-ഉം എനിക്ക് തോന്നുന്നു നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ അങ്ങനെ ഒരു പരിഭാഷപ്പെടുത്തിയിട്ടില്ല. NASB പല സ്ക്രോൾസ്, പല മാനുസ്ക്രിപ്റ്റ്സിൽ നിന്നാണ് പല പരിഭാഷകൾ വന്നിട്ടുള്ളത്. അപ്പൊ മലയാളം പരിഭാഷപ്പെടുത്തിയുള്ള ആ മാനുസ്ക്രിപ്റ്റിൽ ചില കാര്യങ്ങൾ അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് ചില മാനുസ്ക്രിപ്റ്റ്സിൽ ഉള്ളതാണ്, എന്നാൽ ചില മാനുസ്ക്രിപ്റ്റ്സിൽ ചില കയ്യെഴുത്ത് പ്രതികൾ ഇല്ലാത്തതായിട്ടുള്ള ആ കാര്യം. അതുകൊണ്ട് ഇത് ബ്രാക്കറ്റിൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 44-ലും 46-ലും ഒരേ കാര്യം തന്നെ പറയുന്നത്, ദ വോം ഡസ് നോട്ട് ഡൈ ആൻഡ് ദ ഫയർ ഇസ് നോട്ട് ക്വെൻച്ച്ഡ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തതായിട്ട് ഇംഗ്ലീഷ് കാണുന്നത്. മലയാളത്തിൽ അത് ട്രാൻസ്ലേഷനിൽ വന്നിട്ടില്ല. അതിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തില്ല, അതിനെ വെട്ടിക്കളയും, ഉടനായി ജീവിക്കുന്ന രണ്ട് കാലമുള്ള കെടാത്ത തീയായ നരകത്തിൽ. കെടാത്ത തീ എന്ന് കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. നമ്മള് അത് കഴിഞ്ഞിട്ട് അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. അഗ്നി നരകം എന്ന് നമ്മളിവിടെ വായിക്കുന്നത്, കാസ്റ്റ് ഇൻ ടു ഹെൽ എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ഏഷ്യാവ് 66-24 എന്നുള്ളൊരു കൊട്ടേഷനാണ്. ഞാൻ ഏഷ്യാവ് 66-24 എന്ന് എടുത്ത് വായിക്കാം. ഏഷ്യാവ് 66-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഏഷ്യാവിന്റെ ലാസ്റ്റ് പുസ്തകത്തിന്റെ ലാസ്റ്റ് വാക്ക്, ലാസ്റ്റ് അധ്യായത്തിന്റെ അവസാനത്തെ ഏഷ്യാവിന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ, അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും, അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോവുകയില്ല, അവർ സകല ജഡത്തിന് അറപ്പായിരിക്കും. ആ ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് മർക്കോസിലൂടെ ഇവിടെ ഉദ്ധരിച്ച്, അത് നരകത്തിന്റെ തീയിലും ഇതുപോലുള്ളൊരു കാര്യമായിരിക്കും. അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതും ഇല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെളിപാട് അപ്പൊ മർക്കോസ് 9-ന്റെ 44, 46, 48 വാക്യങ്ങളിൽ നമ്മൾ പുഴു ചാകുന്നില്ല, തീ കെടുന്നതും ഇല്ല എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട്. അപ്പം ഈ സത്താന് ഈ ഗന്ധകത്തിയിലേക്ക് പോകുമ്പം എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ ആൾക്കാരെ, അതായത് ദൈവമക്കളെ, അതും അവസാന കാലത്തെ ദൈവമക്കളെ ഏറ്റവും അധികം ദ്രോഹിച്ചവരാണ് ആര്? ഈ എതിർക്രിസ്തുവും കള്ളപ്രവാചകനും. അവരെല്ലാം ഈ പുഴുവും തീയിലും ഒക്കെ ഇങ്ങനെ ഉൾപ്പെടപ്പെടുന്നവരപ്പം നമ്മളിനിപ്പം വ്യവസായിച്ച അവസാന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ഒക്കെ അതുപോലെയൊക്കെയുള്ള അതിക്രമങ്ങളെ, ദൈവമക്കൾക്കെതിരെ ഉപദ്രവങ്ങൾ, മഹോപദ്രവം ഒക്കെ ചെയ്യുമ്പം നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യം, ഇവരുടെ അന്ത്യം ഇതാണ്, ഇതുപോലെ ഒരു കിടാത്ത തീയിലും ചാകാത്ത പുഴുവിലും ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അവിടെ അറിയാനൊക്കും. നമുക്ക് അന്നത് അതൊരു ദൈവത്തിന്റെ ഒരു ധൈര്യമായിട്ട് ഒരു കാലയളവിലേക്ക് നമ്മളൊരു മഹോപദ്രവത്തിലൂടെ സഭ കടന്നു പോകേണ്ടി വന്നാലും നമ്മള് നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അന്ത്യമായിട്ടുള്ള വിജയം, അന്തിമമായിട്ടുള്ള വിജയം, ഫൈനലായിട്ടുള്ള ട്രയംഫ് അത് ദൈവമക്കൾക്കാണ്. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ ദൈവം അവസാന കാലത്ത് ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പുള്ള ആ ദൈവമക്കളെ ഒരു 3.5 വർഷക്കാലം മഹോപദ്രവത്തിലൂടെ കടത്തിവിടും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. നമ്മളും ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്നാൽ കാലത്തിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടാവാൻ തന്നെ സാധ്യതയുള്ളത്. നമ്മുടെ ആദ്യം ജഡത്തിന് ഇഷ്ടമില്ല മഹോപദ്രവത്തിലൂടെ കടന്നു പോകാൻ. ഇന്ന് കർത്താവ് നമ്മളെ അതിനായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു പദ്ധതിയായിരിക്കും. നമ്മള് വെളിപാട് പുസ്തകം 19-ലേക്ക് വരുവാണെങ്കിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിലും
ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് വായിക്കുമ്പോൾ വെളിപാട് പുസ്തകം 19 അധ്യായത്തിന് 3-ാമത്തെ വാക്യം, അവർ പിന്നെയും ഹല്ലേലൂയ അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോഴും എന്നേക്കും പൊങ്ങുന്ന ഒരു പുക. ചിലര് വിചാരിക്കും, നരകത്തിലല്ലേ, നരകത്തിൽ പോയി ഇരിഞ്ഞ് അങ്ങ് തീരുമല്ലോ, അപ്പൊ പിന്നെ ഇനിയിപ്പോ ഒന്നും അറിയണ്ടല്ലോ. അങ്ങനല്ല, അറിഞ്ഞുകൊണ്ടേയിരിക്കും, നിത്യമായിട്ടുള്ള ഒരു ദണ്ഡനമായിരിക്കും എന്നുള്ളൊരു കാര്യം. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും ഒരേപോലുള്ള ദണ്ഡനമായിരിക്കുമോ? അല്ല, അത് അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ തിരിച്ച് നമ്മൾ വെളിപാട് ദിവസം 20-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് 11-ാമത്തെ വാക്യം കൂടെ നമ്മള് വായിച്ച് അങ്ങ് കൺക്ലൂഡ് ചെയ്താലോ? ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ആദ്യത്തെ സിംഹാസനം ക്രിസ്തുവിന്റെ ന്യായാസനം വിശുദ്ധന്മാർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ സ്ഥാപിതമായിരുന്നു ആയത് നാം കണ്ടു. ഇവിടെ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം 2-ാമത്തെ സിംഹാസനം, വലിയൊരു വെള്ള സിംഹാസനം ഇതാ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിക്കും ആകാശത്തിനും അവിടെ ഒരു സ്ഥാനവും ലഭിച്ചില്ലെന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ബേത്ലഹേമിൽ ഭൂജാതനായപ്പോൾ അവിടത്തേക്ക് ജനിപ്പാൻ സ്ഥലം ഇരുന്നില്ലല്ലോ. എന്നാൽ ഇപ്പോൾ അവിടുന്ന് സിംഹാസന രൂഢനായപ്പോൾ തന്നെ ഒരിക്കൽ നിരസിച്ച ഭൂമിക്കും ഒരു സ്ഥാനവും ലഭിക്കാതെ പോകുന്നു. നമ്മളിവിടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മളിപ്പോ വായിച്ചു. അപ്പം അവിടെ ഞാൻ എന്ന് പറഞ്ഞ യോഹന്നാൻ അപ്പോസ്തലൻ വലിയൊരു വെള്ള സിംഹാസനം, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, വലിയൊരു വെള്ള സിംഹാസനം, ദൈവത്തിന്റെ നീതിയെയും പരിശുദ്ധിയെയും വിശുദ്ധിയത് അവിശ്വാസികളുടെ ന്യായവിധിയാ. അപ്പം ദൈവത്തിന്റെ സിംഹാസനം എന്താ? കറുത്ത സിംഹാസനമല്ല, വെള്ള സിംഹാസനമാണ്. വെച്ചാൽ ദൈവത്തിന്റെ വിശുദ്ധിയും പരിശുദ്ധിയും താഴ്മയും നീതിയും എല്ലാം അവിടെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. വെച്ചാൽ നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ബുദ്ധിക്ക് ദൈവത്തിന് എങ്ങനെ അത്രമാത്രം ഒരു ന്യായവിധി ചെയ്യാനൊക്കും എന്നൊക്കെ നമുക്ക് അവിശ്വാസികൾ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലെ കർത്താവിനെ സ്വീകരിക്കാത്തവരെ, കർത്താവിനായിട്ട് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാത്തവർക്ക് അത്ര വലിയൊരു ശിക്ഷാവിധി, നരക ശിക്ഷാവിധി, അത് നമുക്ക് നമ്മളുടെ മാനുഷിക യുക്തിയിലൊക്കെ നമുക്ക് കർത്താവ് ഒരു കറുത്ത സിംഹാസനത്തിൽ എങ്ങനെ ഇരുന്നുകൊണ്ടായിരിക്കും അത് പറയുന്നതെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുള്ളത് വലിയ വെള്ള സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ അത് നീതിയും ന്യായവും എല്ലാം വെളിപ്പെടുന്ന ഒരു സിംഹാസനമായിരിക്കും. ആദ്യത്തെ സിംഹാസനം കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട് കർത്താവ് 2ാമത് വരുമ്പോൾ കർത്താവ് 1000 വർഷക്കാലം ഒരു രാജ്യം സ്ഥാപിക്കുന്നു. നമ്മളത് വെളിപാട് പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വെളിപാട് 11-ന്റെ 15-ലെ 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, അവസാനത്തെ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന് ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനം ഇരിക്കുന്ന 24 പേരൊക്കെ ആ സിംഹാസനമൊക്കെ വിട്ട് വീണ്ടും ആ ദൈവത്തെ നമസ്കരിച്ച് ആരാധിച്ച് പറഞ്ഞ കാര്യങ്ങളും അപ്പോ വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലം കൊടുക്കാനുള്ള സമയമായി എന്നുള്ള കാര്യമൊക്കെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ദൈവത്തിന്റെ ന്യായാസനം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു സിംഹാസനം. എന്നാൽ ഇതിപ്പം ഒരു വലിയൊരു വെള്ള സിംഹാസനം, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ വലിയൊരു വെള്ള സിംഹാസനത്തിന്റെ ഉള്ള ന്യായവിധിയാ നമ്മളിവിടെ വായിക്കുന്നത്. അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും, ഒരുത്തൻ എന്നുള്ള പഴയ മലയാള പരിഭാഷ, ഒരുത്തൻ എന്നൊക്കെ നമ്മൾ സാധാരണ ഒരു ഡെറോഗേറ്ററി ആയിട്ടുള്ള ഒരു വാക്കായിട്ട് പറയുന്നത്, ഒരുവൻ എന്നായ കുറച്ചുകൂടെ നല്ല പരിഭാഷയായിരിക്കും. അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന്, അതായത് ഈ കർത്താവിന്റെ സന്നിധി, കർത്താവിനാണ് എല്ലാ ന്യായവിധിയും പിതാവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ, ഈവൻ വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം കർത്താവ് ഈ തന്റെ വലിയ വെള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അപ്പൊ ആ ഭൂമിയും ആകാശവും ഓടിപ്പോയി അവിടെ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഭൂമിയെല്ലാം അഗ്നിക്കിരയാകും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ആ വാക്യങ്ങൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 10 മുതലുള്ള വാക്യങ്ങളിൽ എല്ലാ മൂലകങ്ങളെല്ലാം ഇല്ലാതാകും എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ആ ഭൂമിയിൽ ആ സഹസ്രാബ്ദ വാഴ്ചക്ക്, ഈ ഭൂമി തന്നെ സഹസ്രാബ്ദ വാഴ്ചക്ക് നടക്കുന്നേ. എന്നാൽ അതിനുശേഷം ഇതെല്ലാം കൂടെ കത്തിപ്പോവും.
അതിനുശേഷം ഈ പഴയ ഭൂമി അല്ല, പുതിയൊരു ഭൂമിയായിരിക്കും, പുതിയൊരു ആകാശം അല്ലെങ്കിൽ പുതിയൊരു സ്വർഗം. ആകാശം എന്നുള്ള ഔറോനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം സ്വർഗവും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ്. ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത്, പുതിയ ആകാശവും അല്ലെങ്കിൽ പുതിയ സ്വർഗവും പുതിയ ഭൂമിയായിരിക്കും. അപ്പം അതാണ് നമ്മളിവിടെ ഭൂമി ആകാശവും എന്ന് പറയുമ്പോൾ ഫ്രം ഹൂസ് പ്രസൻസ് എർത്ത് ആൻഡ് ഹെവൻ ഫ്ലഡ് അവേ, ഭൂമിയും സ്വർഗവും എല്ലാം അവന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി, അതിനെ പിന്നെ കണ്ടില്ല, അതെല്ലാം കൂടെ അഗ്നിക്കിരയായി തീർന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം അത് കർത്താവ് സിംഹാസനത്തിൽ, ഈ വലിയ വെള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ ഭൂമിയെ കാണാൻ തക്കവണ്ണം ഒന്നുമില്ല എന്ന് നമ്മളിപ്പോ അതിമോചന പുസ്തകത്തിൽ വായിച്ചു. കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോ ബത്ലഹേമിൽ കർത്താവിന് പറക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ ഒരു സത്രം പോലും കർത്താവിന് കിട്ടിയില്ല. ഈ ലോകം കർത്താവിനെ അതുപോലെ ആ ദൈവഭക്തരായിട്ടുള്ള പൂർണ്ണഗർഭിണിയായിട്ടുള്ള മറിയത്തെയും ഭർത്താവായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള യോസേഫിനെയും ദൈവപുത്രനെ ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് ഒരു സ്ഥലവും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് സിംഹാസനത്തിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും ഈ ഭൂമിയെ പിന്നെ കണ്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഈ ലോകത്തിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലോകത്തിന് വലിയ മാനം, അയ്യോ അവരെന്ത് വിചാരിക്കും, എന്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കും, അവർക്ക് വേണ്ടി അവരെന്ത് പറയും, ഇവരെന്ത് പറയും പറഞ്ഞ് ജീവിതം പാഴാക്കിയാലും അവസാനം ഈ അഗ്നിനരകത്തിൽ ഇവരുടെയൊക്കെ കൂടെ പോയി കിടക്കാം. അല്ലെങ്കിൽ നിത്യതയിൽ നമ്മൾ ഒരു റിഗ്രറ്റോടുകൂടി, വളരെ ദുഃഖത്തോടുകൂടി, അയ്യോ കർത്താവിന് വേണ്ടി വേണ്ടവണ്ണം എനിക്ക് പ്രയോജനപ്പെടാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലൊരു ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഒരു ലജ്ജയോടെ നിൽക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരും. എന്നാൽ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെല്ലാം ഈ ഭൂമിയും ജീവപുസ്തകത്തിൽ പേരില്ലാത്തതെല്ലാം അങ്ങ് അഗ്നിനരകത്തിലുമായിരിക്കും. ഈ കാണുന്ന ഭൂമിയും സ്വർഗവും എല്ലാം മാറി പുതിയ ആകാശവും പുതിയ സ്വർഗവും ഒക്കെ ആയിരിക്കും നിത്യതയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം, അത് എത്ര വലിയ പ്രത്യാശയുള്ളൊരു കാര്യം. അതാ നമ്മളിവിടെ വായിക്കുന്ന വലിയൊരു വെള്ള സിംഹാസനം യേശു ബത്ലഹേമിൽ ഭൂജാതനായപ്പോൾ അവിടേക്ക് ജനിപ്പാൻ സ്ഥലം ലഭിച്ചില്ല. എന്നാൽ ഇപ്പൊ അവിടുന്ന് സിംഹാസനാരൂഢനായപ്പോൾ പിന്നെ തന്നെ ഒരിക്കൽ നിരസിച്ച ഭൂമിക്ക് ഒരു സ്ഥാനവും ലഭിക്കാതെ പോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 12-ാമത്തെ വാക്യം മുതൽ അവിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ച് നമ്മളവിടെ 12-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നുണ്ടല്ലോ. നമുക്കത് ദിവസമാഴ്ച അടുത്ത ആഴ്ച മുതൽ ചിന്തിക്കാമല്ലോ. നമുക്ക് നമ്മൾ കേട്ട അനേകം വാക്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. നമുക്ക് വചനത്തിന് മുമ്പാകെ കർത്താവ് നമ്മളോട്, നമ്മുടെ ഹൃദയത്തോട് എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം നമുക്കിത് മുമ്പാകെ കണ്ണടച്ച് ഒരു വാക്ക് ധ്യാനിക്കാം. എന്താ യേശു കർത്താവ് ഇന്ന് എന്നോട് പറയാനായിട്ട് ആഗ്രഹിച്ചത്? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കേട്ടു. യെരൂശലേം പ്രിയ നഗരമാണെന്നുള്ള കാര്യവും അതെങ്ങനെ പ്രിയ നഗരമായി എന്നുള്ള കാര്യവും എബ്രഹാമിന്റെയും ദാവീദിന്റെയൊക്കെ സാക്രിഫൈസ് യാഗം, അവിടെ യെരൂശലേം ദേവാലയം, ദൈവത്തിന്റെ ആലയത്തിലെ ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞ കാര്യങ്ങളും, എന്നാൽ പിന്നീട് മതഭക്തരായിട്ടുള്ള ആൾക്കാര് ദൈവത്തിന്റെ പ്രവാചകന്മാരെയൊക്കെ എത്രമാത്രം അവരുപദ്രവിച്ചു എന്നുള്ള കാര്യവും, ഭക്തിയോട് ജീവിക്കുമ്പോൾ ദൈവഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരേവരും, അതിനായിട്ട് മനസ്സുള്ളവരേവരും പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു. പല കാര്യങ്ങള് നമ്മൾ കണ്ടു. നമ്മളുടെ ജീവിതത്തിലും സാത്താന്റെ ആ ഒരു വഞ്ചന അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കിയതുപോലെ നമ്മളുടെ ഹൃദയവും കഠിനപ്പെടുത്താനും പല കാര്യങ്ങളും ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പൂർണ്ണത അങ്ങ് കാണാതെ പല കാര്യങ്ങളിലും നമ്മളെ അന്ധമാക്കാനൊക്കെ ആയിട്ട് പിശാച് വഞ്ചിക്കാനായിട്ട് പെടാപ്പാടുപെടുകയാണ്. എന്നാൽ അവന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ള കാര്യം പിശാചിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു നല്ല മനസാക്ഷിയോടെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസാക്ഷിയിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനോട് ഏറ്റു പറഞ്ഞ്, ആരോടെങ്കിലും ഏറ്റു പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റു പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ഒരു നല്ല മനസാക്ഷിയോടെ താഴ്മയോടെ നമ്മുടെ ദൈവസന്നിധിയിലാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉള്ളത്, നമ്മള് വെളിച്ചങ്ങളുടെ പിതാവ് നമ്മളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പിശാചിനെ പേടിക്കേണ്ടതില്ല. പിശാചിന്റെ അന്തിമമായിട്ടുള്ള ന്യായവിധി നമ്മൾ വളരെ വ്യക്തമായിട്ട് വെളിപാട് 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അവനെ തീപ്പൊയ്കയിലോട്ട് തള്ളിയിടും. ആ തീപ്പൊയ്കയിൽ ഓൾറെഡി അവനെ സീറ്റ് പിടിച്ചു വെച്ചേക്കുന്ന കള്ളപ്രവാചകനും മൃഗവും, അതായത് ഇത് ക്രിസ്തുവൊക്കെ കാണും. അവരെ നന്നേക്കുമായിട്ട് ഇരിക്കുമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആ വലിയ വെള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നു. കർത്താവിന്റെ ആ ന്യായാസനത്തിന്റെ സിംഹാസനം വലിയ വെള്ള സിംഹാസനമാണ്. കർത്താവിന്റെ വിശുദ്ധിയും നീതിയും ന്യായത്തെ എല്ലാം കുറിക്കുന്ന കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെ കുറിക്കുന്ന വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവ് വളരെ ന്യായമായിട്ടായിരിക്കും ഓരോരുത്തർക്കും അവരവരുടെ ഡീഡ്സിനൊത്തവണ്ണമായിരിക്കും ന്യായം വിധിക്കുന്നത്. എല്ലാ വിശ്വാസികൾക്കും ഒരേ ന്യായവിധി ആയിരിക്കുകയില്ല. കൂടുതലായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിനെതിരെ മത്സരിച്ചവര് അതുപോലെയുള്ള ന്യായവിധിയായിരിക്കും. എന്നാൽ കർത്താവിനെ അറിഞ്ഞില്ല, അവര് രക്ഷിക്കപ്പെടാതെ അങ്ങനെ അങ്ങ് പോയവര്, അവർക്കും അവരുടേതായ അവിടെ തീപ്പൊയ്കയിലുള്ള പങ്കുണ്ടാവും.
ഇത്ര വലിയവനായ ദൈവത്തെ നമുക്കറിയാൻ സാധിച്ചത് എത്ര വലിയൊരു ഭാഗ്യപദവിയാണ്. എല്ലാവരും തീയിനാൽ ഉപ്പിടും. സ്വർഗത്തിന്റെ തീ നമുക്കുണ്ടോ? ആ സ്വർഗത്തിന്റെ തീ നമുക്ക് വേണ്ടവണ്ണം അതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമുക്കിപ്പം തന്നെ ആ തീക്കായിട്ട് നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ മനപ്പാഠവചനത്തിൽ നമ്മളത് വായിച്ചു. കർത്താവ് നമ്മളെ ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് ഫയർ. മാത്യു 3:11 മനപ്പാഠവചനമായിട്ട് നമ്മൾ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മളിലേക്ക് വന്ന് നിറയട്ടെ. അതിനായിട്ട് നമ്മുടെ ജീവിതത്തിനെ തീ കത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാം അപ്രത്യങ്ങമായിട്ട് നമ്മെ തന്നെ എനിക്ക് ചെലവില്ലാത്തതായിട്ടൊന്നും ഞാൻ കർത്താവിന് നൽകത്തില്ല. കർത്താവെ എല്ലാം എന്റെ സ്വയജീവനെ സമ്പൂർണ്ണമായിട്ടും ചെലവഴിച്ച് എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ ആയിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് നമ്മെ തന്നെ സമർപ്പിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ സ്വയജീവന്റെ യാഗം, ചെലവുള്ള ഒരു യാഗം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. ഞങ്ങളുടെ സ്വയജീവനം സമ്പൂർണ്ണമായിട്ടും ചെലവഴിക്കപ്പെടട്ടെ കർത്താവെ. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമൊന്നും വേണ്ട, എല്ലാത്തിലും അവിടുത്തെ ഇഷ്ടം നടക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം അവിടുത്തെ ഇഷ്ടം നടക്കണം. അതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അതെ കർത്താവെ, പരിശുദ്ധാത്മാവിനുള്ള വലിയ നീതിയും സന്തോഷവും സമാധാനത്താലും ഒക്കെ ഞങ്ങളെ നിറച്ചാട്ടെ. കർത്താവെ, അങ്ങേ കാത്തിരിക്കുന്നവരായിട്ട്, അവിടുത്തെ ദിവസത്തെ കാത്തിരിക്കുന്നവരായിട്ട്, കർത്താവെ അവിടുത്തെ നിത്യതയുടെ കാര്യങ്ങളെ കർത്താവെ വ്യക്തമായിട്ട് കാണുന്നവരായിട്ട്, നിത്യതയുടെ കാഴ്ചപ്പാടുകൂടി കാര്യങ്ങളെ കാണുവാന് ലോകക്കാരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, കർത്താവെ ബാക്കി മനുഷ്യമാനം തേടുന്നത് സഭയിലോ വേറെ എവിടെയോ മനുഷ്യമാനം തേടുന്നതൊക്കെ നിർത്തി കർത്താവെ അവിടുത്തെ മാനം അങ്ങെന്താണ് എന്നെ കുറിച്ച് പറയുന്നത്, അത് മതി എനിക്ക്. കർത്താവെ അതില് സന്തോഷിച്ച് അങ്ങയിൽ തന്നെ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയിൽ തന്നെ സമാധാനമായിട്ടായിരിക്കാൻ സഹായിച്ചാട്ടെ. അങ്ങനെയുള്ള പ്രത്യാശയിലായിരിക്കാൻ, സ്വസ്ഥതയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.